സർവാദരണീയരായ ഉലമാക്കളെ, ഉസ്താദുമാരെ, മഹല്ല് ജമാഅത്ത് നേതാക്കളെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന GNSൻ്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസ് മുബാറക്കിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വളരെ ബഹുമാനമുള്ള ഒരു മജ്ലിസാണ് നമ്മുടെ ഈ സദസ്സ്. ധാരാളം പണ്ഡിതന്മാരെയും നേതാക്കളെയും പൗരപ്രമുഖന്മാരെയും ആദരിച്ച വളരെ വലിയ ബഹുമാനമുള്ള ഒരു മജ്ലിസാണ്. ഈ നാട്ടിലെ പ്രവർത്തകന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വലിയൊരു പ്രവർത്തനമാണ് നാട്ടിലെ മുഴുവൻ ആലിമീങ്ങളെയും കക്ഷിഭേദമന്യേ പ്രസ്ഥാനവും സംഘടനയും ഒന്നും മാറ്റി നിർത്താതെ എല്ലാവരും ഉലമാക്കളാണ്. ദീനിന് അവരവരെ കൊണ്ട് കഴിയുന്ന ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. ആ നിലയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വലിയൊരു ബഹുമാനം ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ അവർക്ക് നൽകി. ധാരാളം ഉസ്താദുമാർ അതിൽ സംബന്ധിച്ചു. എത്തിപ്പെടാൻ ആകാത്തവരും കഴിയാത്തവരും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അവരെയും ആദരിക്കുമെന്ന് നേരത്തെ ഉസ്താദ് അവർകൾ ഭാഷണത്തിൽ പറഞ്ഞു. നമ്മുടെ ഈ സദുദ്യമം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖാജാ തങ്ങളുടെ നോട്ടമുള്ള, സഹായമുള്ള, അവിടുത്തെ നിയന്ത്രണമുള്ള നല്ല മജ്ലിസായി ഈ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കൾക്ക് വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകിയ ബഹുമാനം അവരുടെ നുബുവത്ത് കൊണ്ടും റിസാലത്ത് കൊണ്ടും വേറിട്ട് നിൽക്കുന്നതാണ്. ആ ബഹുമാനമാണ് മനുഷ്യരിൽ ഏറ്റവും അല്ലാഹു തആല നൽകിയ ബഹുമാനം. അതിന് തൊട്ടു താഴെയായി ഔലിയാക്കൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം, ഒരുപക്ഷെ അമ്പിയാക്കളെക്കാളും അധികം ഔലിയാക്കൾ തന്നെയുണ്ടാകും. ഓരോ പ്രദേശങ്ങളിലും നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നവരും പെടാത്തവരുമായ ധാരാളം ഔലിയാക്കളുണ്ടാകും. ഖാജാ തങ്ങളുടെ ശിഷ്യന്മാർ തന്നെ എത്ര അധികമുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഖാജാ തങ്ങളുടെ മുന്നിൽ വന്ന് മഹാനവർകളിൽ നിന്ന് ഇൽമ് സ്വീകരിച്ച്, ദിക്ർ സ്വീകരിച്ച്, ഉപദേശം സ്വീകരിച്ച്, പ്രാർത്ഥനയും ബഹുമാനവും അതേ രൂപത്തിൽ തന്നെ അവരിൽ നിന്ന് ബറക്കത്തിൻ്റെ ഭക്ഷണം സ്വീകരിച്ച് അവരുടെ ഖൽബ്, അവരുടെ മനസ്സ് ഭൗതികമായ ചിന്തകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി പാരത്രിക ലോകത്തേക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനവും പ്രവർത്തനവുമായി മുഴുകിയ എത്രയോ മഹാന്മാരുണ്ട്. ആ കൂട്ടത്തിൽ പ്രഗത്ഭനായ പണ്ഡിതനാണ്, വലിയാണ് ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ബഖ്തിയാറിൽ കാക്കി ദഹ്ലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഹാനുഭാവൻ. ഖാജാ തങ്ങളുടെ മുരീദുമാരിൽ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്ത വലിയ മുരീദാണ് ബഖ്തിയാർ കാക്കി ദഹ്ലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരൊന്നും ചെറിയ മഹാന്മാരല്ല,
വലിയ ബഹുമാനമുള്ളവരാണ്. ബർക്കത്തിന് വേണ്ടി ആ ചരിത്രങ്ങളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് അല്പം നമുക്ക് കേൾക്കാം. പൂർണ്ണമായി പറയാൻ പറ്റിയ സന്ദർഭമല്ല. ഒരു നൂറ്റാണ്ട് കാലത്തെ ജീവിതമുണ്ട്. 102 വയസ്സ് അല്ലെങ്കിൽ 110 വയസ്സ്, വിവിധ റിപ്പോർട്ടുകൾ കാണാം. 100-ലധികം വയസ്സ് ജീവിച്ച മഹാനാണ് ഖാജാ തങ്ങൾ. ആ 100-ലധികം വയസ്സ് ജീവിച്ചപ്പോൾ ആ ജീവിതത്തിൽ മഹാനവറുകൾ ഏറ്റവും കൂടുതൽ നടത്തിയ പ്രവർത്തനം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ആമുഖമായി ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ദീനിന് വേണ്ടിയാകണം നമ്മുടെ ജീവിതം. വിശുദ്ധ ദീനിന് വേണ്ടി. ഞാൻ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിന് എന്നെക്കൊണ്ട് ഉപകാരം ലഭിക്കണം. നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും വിശുദ്ധമായ ദീനിന് ഉപകാരം കിട്ടണം. എങ്ങനെയാണ് നമ്മളെക്കൊണ്ട് ദീനിന് ഉപകാരം കിട്ടുന്നത്? നമ്മുടെ അധ്വാനം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ ചെലവ്, നമ്മുടെ സമ്പർക്കം, നമ്മുടെ സൗഹാർദ്ദം എല്ലാം അള്ളാഹുവിൻ്റെ ദീനിന് ഉപകാരപ്പെടുന്ന രീതിയിലാവുക. എല്ലാ മനുഷ്യന്മാരോടും നമ്മൾ സൗഹാർദ്ദം പാലിക്കുന്നത് ദീനിന് ഗുണകരമാകണം. എല്ലാവരോടും നമ്മൾ കൂട്ടുകെട്ടുന്നത് അള്ളാഹുവിൻ്റെ ദീനിന് അതുകൊണ്ട് വലിയ സഹായം ലഭിക്കണം. നമ്മളൊരു കൂട്ടുകാരനായി സ്വീകരിക്കുന്നത് കൊണ്ട് നമ്മുടെ പക്കലുള്ള വിശുദ്ധമായ ദീനിൻ്റെ കാഴ്ചപ്പാടുകൾ അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ രഹസ്യത്തിലും അവൻ്റെ പരസ്യത്തിലും അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അവനെക്കൊണ്ടത് പിടിപ്പിക്കാൻ, അവനിൽ അത് സ്വാധീനിക്കാൻ നമ്മുടെ ജീവിതം സഹായകമാകണം. നമ്മളെ കൂടെ ഒരാൾ കൂടുമ്പോൾ അയാളെ ദീന് നശിക്കാൻ പാടില്ല. നമ്മളെ കൂടെ കൂടുമ്പോൾ അയാളെ ദീന് ഒന്നുകൂടി നന്നാകണം. അൽമർഉ അലാ ദീനി ഖലീലിഹി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനനുസരിച്ചാണ്. കൂട്ടുകാരൻ നല്ല ദീനുള്ള ആളാണോ, എന്നാൽ ആ മനുഷ്യന് നല്ല ദീനുണ്ടാകും. കൂട്ടുകാരൻ ദീനിൽ വളരെ സ്ട്രോങ് ഉള്ള ആളാണോ, ആശയ തീവ്രതയുള്ള ആളാണോ, ഈ കൂടെ കൂടിയ ആൾക്കും ആശയ തീവ്രതയുണ്ടാകും. നിങ്ങൾ ബാപ്പമാരിലേക്കും മക്കളിലേക്കും പരിശോധിച്ച് നോക്കൂ. ബാപ്പ നല്ല കടികട്ടിയുള്ള ഈമാനുള്ള ആളാണെങ്കിൽ മക്കളും അങ്ങനെ തന്നെ നല്ല തീവ്രതയുള്ള, കാർക്കശ്യബോധമുള്ള, ദീനിൻ്റെ ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ഉലമാഇനെ ആരെയും മാറ്റി നിർത്താതെ ബഹുമാനിക്കുന്ന, സാദാത്തുക്കളെ ഖൽബ് കൊണ്ട് സ്നേഹിക്കുന്ന, മുതിർന്നവർക്ക് വലിയ ബഹുമാനം നൽകുന്ന, സമപ്രായക്കാരോടും ചെറിയവരോടും കരുണ കാണിക്കുന്ന ആ നല്ല സ്വഭാവക്കാരായിരിക്കും. ആളുകൾ മനസ്സിലാക്കും ആ ബാപ്പയുടെ അതേ മാതൃകയാണ് മക്കളിൽ. കാരണം ആ ബാപ്പ മക്കൾക്ക് പകർത്തി കൊടുത്തത് എന്താണ്? ദീനിലുള്ള ഖുവ്വത്താണ്, ദീനിലുള്ള ആ തീവ്രതയാണ്. മറ്റുള്ള ആൾക്കാരെ തോൽപ്പിക്കാനോ വെറുപ്പിക്കാനോ അല്ല, അവരെയും കൂടി സന്തോഷത്തോടുകൂടെ നമ്മുടെ കൂടെ ചേർക്കാൻ. ആ യാത്രയിൽ ദീനുമായി നമ്മൾ നടക്കുമ്പോൾ നമ്മളെ കൂടെ ചേരുന്നത് ഒരു ഹൈന്ദവ സഹോദരനാണെങ്കിൽ നമ്മുടെ ജീവിതത്തെപ്പറ്റി അയാൾക്ക് എതിർപ്പുണ്ടാകൂല, നമ്മുടെ സ്വഭാവത്തെപ്പറ്റി അയാൾക്ക് എതിർക്കാനുണ്ടാകൂല, നല്ലത് പറയാനേ ഉണ്ടാകുള്ളൂ. ഖാജാ തങ്ങൾ കടന്നു വന്നപ്പോൾ, പരിശുദ്ധമായ ദീനുമായിട്ട് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ എതിർപ്പുകളൊക്കെ തരണം ചെയ്തത് എങ്ങനെയാണ്? നിസ്തുലമായ സ്വഭാവ മഹിമ കൊണ്ടാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി, അവിടുത്തെ 13ാമത്തെ പൗത്രനായ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുട്ടിയാണല്ലോ. വിശുദ്ധ ദീനുമായി, ദീനിൻ്റെ പ്രചരണാർത്ഥം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നിർദ്ദേശവുമായി ഇങ്ങോട്ട് കടന്നു വന്നു. ഇന്ത്യ രാജ്യത്തേക്ക് വന്നു. പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സാഹചര്യങ്ങൾ മുഴുവനും വകഞ്ഞു മാറ്റി, ആ സാഹചര്യങ്ങൾ മുഴുവനും തൻ്റെ കാൽ കീഴിലൊതുക്കി എല്ലാ ആളുകളെയും സ്നേഹവലയം കൊണ്ട് ഖാജാ തങ്ങൾ സമീപിച്ചു. ബഹുമാനം കൊണ്ട്, കാരുണ്യം കൊണ്ട്. എതിർത്ത ആളുകൾക്ക് മഹാനവറുകൾ തിരിച്ചങ്ങോട്ട് സ്നേഹമാണ് കൊടുക്കുന്നത്, കാരുണ്യമാണ് കൊടുക്കുന്നത്. ആ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പിന്നിൽ അവർക്ക് അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാൻ വേണ്ടി വന്ന ആളുകൾ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു വന്ന ആളുകൾ, ആ ഭാഷയൊക്കെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ മാറും. പിന്നെ ആ ഭാഷ മാറി, ആ രൂപം മാറി,
ആ നോട്ടം മാറി, എല്ലാം മാറി. അവരെ മനസ്സിലെന്തോ ഒരു പുതിയ ഭാഷയും പുതിയ രൂപവും പുതിയ ഭാവവും. എത്ര ആളുകൾ അങ്ങനെ വന്നിരുന്നു. വിഷത്തിലൂട്ടിയ വാളുമായിട്ട് തങ്ങളടുത്തേക്ക് വന്ന ആളാണ് ഉമൈർ ബിൻ വഹബ്, തങ്ങളെ തലയെടുക്കാൻ വേണ്ടിയിട്ട്. ബദർ യുദ്ധാനന്തരം സ്വഹാബത്തൊക്കെ ളുഹ്ർ നിസ്കാരത്തിന് പള്ളിയിൽ നിൽക്കുമ്പോൾ ആദ്യമായിട്ട് ഉമൈർ ബിൻ വഹബിനെ കണ്ടത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. വിഷത്തിലൂട്ടിയ വാളുമായിട്ട് മദീന പള്ളിയുടെ പരിസരത്ത് വന്നിറങ്ങി, വാഹനത്തിൽ വന്നിറങ്ങി. കണ്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ശത്രുവായ ഉമൈർ ബിൻ വഹബ് വിഷത്തിലൂട്ടിയ വാളുമായിട്ട് വന്നിട്ടുണ്ട്, എന്തൊക്കെയോ ദുരുദ്ദേശങ്ങളുണ്ട്. സ്വഹാബത്തൊക്കെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുന്നു, ഉമൈർ ബിൻ വഹബ് എങ്ങോട്ടാ പോകുന്നത്? ഉമൈർ ബിൻ വഹബ് നേരെ പോകുന്നത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കലേക്കാണ്, വാതിലിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ മുന്നിൽ നടന്നുകൊണ്ട് ആ വാതിലിൻ്റെ ഭാഗത്ത് രണ്ട് കൈയും ഇങ്ങനെ വെച്ചു, ബ്ലോക്ക് ചെയ്തു. അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്തെന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഉമൈർ ബിൻ വഹബ് നേരെ വാളും പിടിച്ച് മുന്നിലുണ്ട്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വീട്ടിൻ്റെ വാതിൽക്കൽ രണ്ട് കൈയും വെച്ച് അങ്ങോട്ട് കടക്കാൻ അനുവദിക്കാതെ തടസ്സം ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഉമറേ ഇങ്ങനൊരു നൃത്തം? ഒന്നുമല്ല നബിയെ, ഉമൈർ ബിൻ വഹബ് വിഷത്തിലൂട്ടിയ വാളുമായി വന്നിട്ടുണ്ട്, അതിന് നിങ്ങൾ എന്തിനാ തടയുന്നത്? നിങ്ങൾ മാറി നിൽക്കൂ, ഉമൈർ ബിൻ വഹബ് വരട്ടെ. ഉമൈർ ബിൻ വഹബിൻ്റെ കയ്യിൽ വിഷത്തിലൂട്ടിയ വാളുണ്ട്. ആ വാളുകൊണ്ട് എന്തെങ്കിലും പരിക്കേൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് മക്കയിൽ നിന്ന് പുറപ്പെട്ടത്. അതിനുവേണ്ടി കൂട്ടുകാരനായ സ്വഫ്വാൻ ഇബ്നു ഉമയ്യയോട് സ്വന്തം കുടുംബത്തെയും കടബാധ്യതയും മക്കളെയും ഒക്കെ ഏൽപ്പിച്ചു വന്നതാണ്. ഉമൈർ ബിൻ വഹബ് വാളും പിടിച്ചിങ്ങനെ നിൽക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഉദ്നു മിന്നീ യാ ഉമൈർ, ഉദ്നു മിന്നീ യാ ഉമൈർ. ഉമൈറെ അടുത്തേക്ക് വാ, അടുത്തേക്ക് വാ, ദൂരത്തേക്ക് പോന്നല്ല, അടുത്തേക്ക് വാ. വാളും പിടിച്ചിട്ടാണ് ഉമൈർ ബിൻ വഹബ് ഉള്ളിലേക്ക് വരുന്നത്. വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് ക്ഷണിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി മഹാനവറുകൾ പറഞ്ഞു, പരിസരത്തുള്ള സ്വഹാബിമാരോട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, എന്തെങ്കിലുമൊക്കെ ആ ചങ്ങാതി ചെയ്തു പറ്റിച്ചേക്കും. കയ്യിൽ വിഷത്തിലൂട്ടിയ വാളല്ലേ, ആ വാൾ കൊണ്ട് ശരീരത്തിനൊന്ന് മുറിവേൽപ്പിച്ചാൽ, പെട്ടെന്ന് മുറിവിലൂടെ വിഷമൊന്ന് അകത്തേക്ക് കടന്നുപോയാൽ അതിശീഘ്രം മരണം സംഭവിച്ചു പോകും. അത്രയും ഉഗ്രം വിഷമാണ് വാളിൽ പുരട്ടിയിരിക്കുന്നത്. വാള് കണ്ടാൽ തന്നെ അത് മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണം, ആരും പോകരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സമാധാനത്തിന് വേണ്ടി പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചു. തൊട്ടടുത്ത് നേരെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, ഉമൈർ എന്തിനാ വന്നത്? വളരെ സരസമായ രീതിയിൽ തങ്ങൾ ചോദിക്കുന്നു, എന്തിനാ വന്നത്? വാളൊന്നും തെറിപ്പിച്ചിട്ടില്ല, വാള് താഴെ വെക്കാൻ പറഞ്ഞിട്ടില്ല. ഉമൈർ ബിൻ വഹബ് പറഞ്ഞു, എൻ്റെ മകൻ ഇവിടെ തടവുകാരിലുണ്ട്, ബദറിൽ തടവിലാക്കപ്പെട്ടവരിൽ എൻ്റെ മോനുണ്ട്, എൻ്റെ മോനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അല്ല ഉമൈർ, നിങ്ങൾ പറയണം എന്തിനാ വന്നത്? മനസ്സിലേക്കാണ് ചോദ്യം. എന്തിനാ വന്നത് ഉമൈറേ? എൻ്റെ മോനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അതിനെന്തിനാ ഉമൈറേ വാള്? മോനെ കൊണ്ടുപോകാൻ വാഹനം മതിയല്ലോ, മോചനദ്രവ്യം കൊടുക്കാനുള്ള പണമുണ്ടെങ്കിൽ ആ പണവും കെട്ടിവെച്ചാൽ മതിയല്ലോ. വാളെന്തിനാണ് മോനെ കൊണ്ടുപോകാൻ? മോനെ കൊണ്ടുപോകാൻ വാളിൻ്റെ ആവശ്യമില്ലല്ലോ. മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമൈർ ബിൻ വഹബ് പറയുന്നു, വാളുണ്ടായിട്ട് ഇവിടെ എന്ത് ലഭിക്കാനാണ്? ഞങ്ങളെ നേതാക്കൾക്കൊക്കെ എത്ര വാളുണ്ടായിരുന്നു. അബൂജഹലും ഉത്ബക്കും ഷൈബക്കും വലീദിനൊക്കെ എത്ര വാളുണ്ടായിരുന്നു. അവരെല്ലാവരുടെയും തലതെറിച്ചു പോയില്ലേ? വാളുകൊണ്ട് എന്ത് നടക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു, അല്ല ഉമൈർ, നിങ്ങളൊന്ന് തുറന്നു പറയണം, എന്തിനാ വന്നത്? എൻ്റെ മോനെ കൊണ്ടുപോകാനാ വന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈർ ബിൻ വഹബിനോട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, അല്ല ഉമൈർ, നിങ്ങൾ വന്നത് മകനെ കൊണ്ടുപോകാനല്ല. കഅബയുടെ മുറ്റത്തുള്ള തിണ്ണയിൽ
കൂട്ടുകാരൻ സൊഫ്വാന്റെ കുടുംബത്തെയും കടബാധ്യതയും മക്കളെയും ഏൽപ്പിച്ച് എൻ്റെ തലയെടുക്കാൻ വേണ്ടിയല്ലേ ഉമൈറേ വന്നത്? വിഷത്തിലൂട്ടിയ വാളുമായിട്ട് വന്നത് അതിനല്ലയോ? ഒരൊറ്റ ചോദ്യം ചോദിച്ചപ്പോഴേക്ക് ഭീഷണിപ്പെടുത്തുന്നൊരു ഭാഷയില്ല, ഭീഷണിപ്പെടുത്തുന്നൊരു ശൈലിയില്ല, വിഷമിപ്പിക്കുന്ന വാചകങ്ങളില്ല. നടന്ന യാഥാർത്ഥ്യങ്ങളുടെ വിഷയങ്ങൾ മുഴുവനും എണ്ണി എണ്ണി അങ്ങ് ചോദിക്കുമ്പോ അറിയാതെ കയ്യിൽ നിന്ന് വാളങ്ങ് താഴെ വീണുപോയി. മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ട് ഉമൈർ ഇബ്നു വഹ്ബ് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യം, എൻ്റെ മക്കൾ പോലും അറിഞ്ഞിട്ടില്ലാത്ത വിഷയം, എൻ്റെ കൂട്ടുകാരനോട് കാതോരം പറഞ്ഞൊരു സ്വകാര്യം നിങ്ങൾക്ക് അറിയിച്ചു തന്നത് അല്ലാഹു തന്നെയാണ്. മറ്റാർക്കും ഈ വിഷയം അറിയില്ലല്ലോ. ഞാനും എൻ്റെ കൂട്ടുകാരനും മാത്രമല്ലേ പങ്കുവച്ചത്. ഈ ഒരു വിഷയം നിങ്ങൾക്ക് അറിയിച്ചു തന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു. എത്ര ചൂടോടെയാണ് ആള് വന്നത്. കയ്യിൽ നിന്ന് എങ്ങനെയാ വാള് താഴെ വീണുപോയത്? എങ്ങനെയാണ് ആ വാളൊക്കെ താഴെ വീണുപോയിട്ട് മനസ്സുകൊണ്ട് ഷഹാദത്ത്, സത്യത്തിൻ്റെ മധുരം മന്ത്രിച്ചത് എങ്ങനെയാണ്? ഇതേ ശൈലിയിലാണ് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ നമ്മുടെ നാട്ടിൽ സ്നേഹത്തോടെ ജനങ്ങളോട് വിശുദ്ധ ഇസ്ലാമിൻ്റെ ദർശനങ്ങൾ അറിയിച്ചു കൊടുത്തത്. ഒരാളെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഒരാളെയും പരിക്കേൽപ്പിച്ചിട്ടില്ല, ഒരാളെയും കട്ടപ്പെടുത്തിയിട്ടില്ല, ഒരാളെയും വിഷമിപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ, സഹകരണത്തിൻ്റെ പ്രതികരണം, അതുപോലെ തന്നെ വല്ലാത്ത സ്നേഹത്തിൻ്റെ മധുരം അത് നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ജനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളോട് ദഅവത്ത് നടത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് പ്രചരണം നടത്തി. ഖാജാ തങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്. കുട്ടിക്കാലത്ത് 10-11 വയസ്സുണ്ടാകുമ്പോൾ ഉപ്പ മരണപ്പെട്ടു പോയി. ഉപ്പ വലിയൊരു മഹാനുഭാവനാണ്, ഒരുപാട് മഹാന്മാരുമായി ബന്ധമുള്ള മഹാനുഭാവൻ. ഖാജാ തങ്ങൾ ജനിക്കുന്നത് ഹിജറ 530 നമ്മളിപ്പോൾ ഇപ്പുറത്ത് ഖാജാ തങ്ങളെ അനുസ്മരിക്കുന്നത് ഒരു 900 വർഷം ഇപ്പുറത്താണ്. 530 എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജറ 471 അവർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഖാജാ തങ്ങൾ ജനിക്കുന്നത്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുമായി കണ്ടിട്ടുണ്ട്, സഹവസിച്ചിട്ടുണ്ട്, അവിടുത്തെ പൊരുത്തം വാങ്ങിയിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഉപദേശങ്ങൾ തേടിയിട്ടുണ്ട്, അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട്. 530 മഹാനവറുകൾ ജനിച്ചു. ഖുറാസാൻ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിൽപ്പെട്ട സഞ്ചർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ, അതിലേക്ക് ചേർത്തിട്ടാണ് സഞ്ചരി എന്നറിയപ്പെടുന്നത്. തന്നെ വിളിച്ച പേരാണ് മുഹിദ്ദീൻ. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു പ്രദേശത്തുകൂടെ നടന്നു പോകുമ്പോൾ ജനങ്ങളൊക്കെ കണ്ടാൽ വെറുക്കുന്ന രൂപത്തിൽ ഒരു ശരീരം പുഴുവൊക്കെ അങ്ങനെ അരിച്ച് ഓരോ ഭാഗത്തും പുഴുവരിച്ചിട്ട്, തലയിലും പുഴു, മുഖത്തും പുഴു, ശരീരത്തിൻ്റെ ഭാഗത്തൊക്കെ പുഴു അരിച്ച് ഒരു ഓവുചാല് പോലത്തെ ഒരു ഭാഗത്തിങ്ങനെ വേസ്റ്റൊക്കെ പോകുന്നൊരു ഭാഗത്തിങ്ങനെ കിടക്കും. അതിലൂടെ പോകുന്ന യാത്ര പലരും നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കാഴ്ചയിൽ ഈ രംഗം കണ്ടപ്പോൾ മഹാനവറുകൾ നേരെ താഴോട്ടിറങ്ങി. ഇതൊരു ശരീരമാണല്ലോ കിടക്കുന്നത്, പുഴുവരിച്ച് കിടക്കുന്ന ഒരു ശരീരമാണല്ലോ. എന്താ പടച്ചോനെ, ഒരു ശരീരം ഇങ്ങനെ ചുങ്കും ചുറുക്കുള്ള ശരീരമായി മാറി. ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ പൊന്തിച്ചപ്പോൾ എന്നിട്ട് പറഞ്ഞു, നേരത്തെ കണ്ട രീതിയുണ്ടല്ലോ, പുഴുവരിക്കുന്ന രീതി, അതുപോലെയാണ് ഇപ്പം ദീനുള്ളത്.
നിങ്ങൾക്ക് ആ ദീനിനെ ഹയാത്താക്കാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. സാഹസം സഹിക്കാൻ നിങ്ങൾക്ക് കഴിയും, കഠിനാധ്വാനം ചെയ്യാൻ കഴിയും. ഏത് പ്രതിസന്ധിയും തരണം ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ ദീനിനെ പരിഷ്കരിക്കാൻ, ഹയാത്താക്കാൻ നിങ്ങൾക്ക് കഴിയും. അന്ത മുഹിയുദ്ദീൻ, നിങ്ങൾ ദീനിൻ്റെ പരിഷ്കർത്താവാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിനോട് അങ്ങനൊരു ഭാഷ, ആ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഈ പുഴുവരിക്കുന്ന ദീന് നിങ്ങൾ ഹയാത്താക്കണം. പുഴുകൊണ്ട് ഉദ്ദേശിച്ച് മനസ്സിലായോ? ജനങ്ങളെ വിശ്വാസവും കർമ്മവും ഈ രൂപത്തിലാണ്. ആൾക്കാരെ വിശ്വാസം പുഴുവരിച്ചുകൊണ്ടിരിക്കുകയാണ്, കർമ്മങ്ങളൊക്കെ പുഴുവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുന്നതിൽ നിന്ന് എത്രയോ ബഹുദൂരം അകലെയാണ്. ഇനി അത് പൂർണ്ണമായ ആരോഗ്യമുള്ള ഈമാനും അമലുമാക്കി നിങ്ങൾ മാറ്റണം. നിങ്ങൾക്കതിന് കഴിയും. അന്ത ഹഖ്ഖൻ മുഹിയുദ്ദീനി അന്ത ഖുതുബും ബിൽ യഖീനി സിർത താജൽ ഔലിയാഇ അതിനാ ഫത്ഹം മുബീനാ. നിങ്ങൾ ദീനിനെ പരിഷ്കരിക്കുന്ന ആളാണ്. ആ സംഭവത്തിന് ശേഷം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആദ്യം നിസ്കരിക്കാൻ കയറിയ പള്ളിയിൽ അതാ ആലിമീങ്ങൾ വന്നിട്ട് പറയുന്നു, വിളിക്കുന്നു, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ. ഷെയ്ഖ് ജീലാനി തങ്ങൾ തിരിഞ്ഞു നോക്കാണ്, വേറെ ആരെങ്കിലും ആണ് വിളിക്കുന്നത്? അല്ല, മഹാനവറുകളെ തന്നെയാണ്. എല്ലാവരും വന്ന് മുസാഫത്ത് ചെയ്യുന്നു, വിളിക്കുന്നു, യാ മുഹിയുദ്ദീൻ, യാ മുഹിയുദ്ദീൻ. പിന്നെ ലോകം മുഴുക്കയും അറിയപ്പെട്ടത് ആ പേര് കൊണ്ടാണ് അല്ലേ? പള്ളിയാകട്ടെ സ്ഥാപനാകട്ടെ ഒക്കെ ആ പേര് കൊണ്ടാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിൻ്റെ പേരുള്ള പള്ളി മുഹിയുദ്ദീൻ പള്ളി, അങ്ങനെയല്ലേ അറിയപ്പെടുന്നത്? മുഹിയുദ്ദീൻ പള്ളി. ശരിക്കും ഉമ്മയും അതുപോലെ തന്നെ വല്യപ്പയും മറ്റൊക്കെ വിളിച്ചു വന്ന ആ പേരിലല്ലല്ലോ അറിയപ്പെടുന്നത്. ഈ പേരാണ് ലോകം മുഴുക്കയും അറിയപ്പെട്ടത്, ദീനിനെ പരിഷ്കരിച്ച മഹാൻ. അതേ രൂപത്തിലാണ് മുഈനുദ്ദീൻ ദീനിനെ സഹായിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ വലിയ സഹായം ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ. ആ ഖാജാ തങ്ങൾ അവരുടെ ഉപ്പ ഖിയാസുദ്ദീൻ റളിയല്ലാഹു അൻഹു ആണ്. ഖിയാസുദ്ദീൻ എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ വലിയ പണ്ഡിതനാണ്. ചെറുപ്പകാലത്ത് ഖാജാ തങ്ങൾക്ക് 10-11 വയസ്സുണ്ടാകുമ്പോൾ ഉപ്പ വഫാത്തായിപ്പോയി. ഉപ്പയിൽ നിന്ന് കിട്ടിയ അനന്തര സ്വത്തായിട്ടുള്ള തോട്ടം, അനന്തര സ്വത്തായിട്ട് കിട്ടിയ ആ തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ മഹാനവറുകൾ ജോലിയെടുക്കും. അങ്ങനെ ഇൽമു പഠിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ തന്നെ മഹാനവറുകൾ ജീവിച്ച് സ്വന്തം ഉപ്പയിൽ നിന്നും അതുപോലെ തന്നെ ഉപ്പയുടെ ഗുരുനാഥന്മാരിൽ നിന്നും ഇൽമിൻ്റെ പഠനം, ദർസ് കിതാബിൻ്റെ പഠനവും ഇൽമു പഠിക്കലും ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ തോട്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ മഹാനവറുകളുടെ ആ തോട്ടത്തിലേക്ക്, കാരക്കത്തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിലേക്ക്, അത് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഒരു വലിയ മഹാൻ ഇബ്രാഹിമുൽ ഖന്ദൂസി എന്ന് പറയുന്ന വലിയൊരു മഹാൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു, കടന്നു വരുന്നു. ഖാജാ തങ്ങൾ ഈ മഹാനെ കണ്ടപ്പോൾ, കുട്ടിയാണ്, ചെറുപ്രായക്കാരനാണ്, പക്ഷേ നല്ല ബഹുമാനത്തോടെ സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ആ തോട്ടത്തിൽ നിന്ന് നല്ല ഒരു പഴം, നല്ല ഒരു കൊല പറിച്ചു കൊടുത്തു. അത് വളരെ തൃപ്തിയോടെ ബഹുമാനത്തോടെ ഭക്ഷിക്കുന്നു. ഇബ്രാഹിമുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു ഭക്ഷിച്ച ശേഷം മഹാനവറുകളുടെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു പത്തിരി എടുക്കുന്നു, ഉണങ്ങിയൊരു പത്തിരി. എന്നിട്ട് ആ പത്തിരി അതാ വായിലിട്ട് ചവക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങൾക്ക്, ഖാജാ തങ്ങൾക്കത് നൽകുന്നു. അത് ഭക്ഷിക്കാൻ വേണ്ടി പറയുന്നു. അത് ഭക്ഷിച്ചതോടുകൂടെ തന്നെ ഖാജാ തങ്ങളെ മനസ്സിൽ ദുനിയാവിനോടുള്ള സുഹുദ് കൂടി വരുന്നു. പഠിക്കാനുള്ള മനസ്ഥിതി വീണ്ടും വീണ്ടും അധികരിച്ചു വരുന്നു. സുബ്ഹാനല്ലാഹ്, ഞാനിവിടെ തോട്ടം പരിപാലിച്ച് നിന്നാൽ ഞാനൊരു സമ്പന്നനായി മാത്രമേ മാറുകയുള്ളൂ. എനിക്ക് സമ്പത്ത് മാത്രം പോരാ, ദീനിൻ്റെ ഇൽമു വേണം. ദീനിന് വേണ്ടി പഠിക്കണം. അള്ളാഹുവിൻ്റെ ദീന് പഠിച്ചുകൊണ്ട് ആ ദീന് ജനങ്ങൾക്ക് പ്രചരിപ്പിക്കണം. ഈ തോട്ടം എന്ത് ചെയ്തു? ആ തോട്ടം മഹാനവറുകൾ വഖഫ് ചെയ്തു. ഫുഖറായി മിസ്കീന്മാർക്ക് വഖഫ് ചെയ്തു. എന്നിട്ട് ഇൽമു പഠിക്കാൻ വേണ്ടി ഖുറാസാൻ നാട്ടിലേക്ക് പോയി. ആദ്യമായി ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കി. പിന്നെ ബുഖാറ നാട്ടിലേക്ക് പോയി. അവിടെ പോയിട്ട് ഹുസാമുദ്ദീനുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ധാരാളം ഇൽമു പഠിച്ചു. തഫ്സീർ പഠിച്ചു, ഹദീസ് പഠിച്ചു, ഫിഖ്ഹ് പഠിച്ചു. പിന്നെ വലിയ വലിയ ആലിമീങ്ങൾ അന്വേഷിച്ച് വിവിധ പ്രദേശങ്ങളിലേക്ക് പോവുകയാണ്.
ഇൽമിന്റെ വടിയിലായിട്ട് ഹാജാ തങ്ങൾ അങ്ങ് സഞ്ചരിക്കുകയാണ് പഠനത്തിന് വേണ്ടി. അങ്ങനെ തന്നെയല്ലേ സഹോദരന്മാരെ, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവും അവർക്കും മാർഗദർശനം കിട്ടിയല്ലോ. അതെ, പശുക്കളുടെ പിന്നാലെ ആ പശുക്കളെയും മേച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരു പശുവല്ലേ സംസാരിച്ചത്, മാ ഖുലിഖത ലിഹാദാ, നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ഞങ്ങളെ മേയ്ക്കാനല്ല, നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ജനങ്ങളെ മേയ്ക്കാനാണ്, മനുഷ്യന്മാരെയും ജിന്നുകളെയും മേയ്ക്കാനാണ്, അവരെ സംരക്ഷിക്കാനും നല്ല വഴിക്ക് നടത്താനുമാണ്. പശുവിൻ്റെ സംസാരം കേട്ട് വീട്ടിൽ വന്നു ഉമ്മയോട് പറഞ്ഞു പശു ഇങ്ങനെ സംസാരിച്ചു എന്ന്. അതിനുശേഷം മഹാനവറുകൾ വീട്ടിൻ്റെ മുകൾ ഭാഗത്ത് കയറി നിന്നപ്പോൾ അറഫാ മൈതാനത്ത് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ വല്ലാത്ത ഒരു രംഗം, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ രംഗം കണ്ടപ്പോൾ നാട് വിട്ട് ഇൽമു പഠിക്കാൻ വേണ്ടി പോകാൻ മനസ്സിലതാ മോഹമുദിക്കുന്നു. ഉമ്മയോട് സമ്മതം ചോദിക്കുന്നു. യാത്രക്കാരെ പറ്റി ഉമ്മ അന്വേഷിക്കുന്നു. 18-ാമത്തെ വയസ്സിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ വളരെ സന്തോഷത്തോടെ ഉപദേശങ്ങൾ നൽകിയിട്ട് അവസാനത്തെ ചുംബനവും നൽകിയിട്ട് ഉമ്മ യാത്രയാക്കുന്നു. ആ സമയത്ത് ഉമ്മ മോനോട് പറയുന്നു, മോനെ, ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണ്. ഇനി നമ്മൾ കാണുന്നതൊരു പക്ഷേ ആഖിറത്തിലായിരിക്കാം. എൻ്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയട്ടെ, മക്കളെ ഇൽമു പഠിക്കാൻ വേണ്ടി വിടുന്ന സമയത്ത് സങ്കടങ്ങളുണ്ടാകും. പക്ഷേ അതിനേക്കാൾ അധികം ഒരു സന്തോഷം മനസ്സിലുണ്ട്. അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടിയാണ് എൻ്റെ കുട്ടിയെ ഞാൻ വിടുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തന്നൊരു നിഅമത്താണ് ഈ സന്താനം. ആ സന്താനത്തിൽ ഞാൻ അള്ളാഹിനോട് കാണിക്കുന്ന ശുക്റാണ്. ദീന് പഠിക്കാൻ വേണ്ടി, ദീനിന് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി കുട്ടിയെ പറഞ്ഞു വിടുന്നു. ഒരൊറ്റ മകനായിട്ട് പോലും ഷാഫി ഇമാം തങ്ങളെ ഉമ്മ, ഷാഫി ഇമാം തങ്ങളെ ജോലിക്ക് വിടാതെ, കുടുംബക്കാര് പലരും അങ്ങനെ പറഞ്ഞിട്ടും പറഞ്ഞേക്കാതെ ഇൽമിന്റെ വഴിയിൽ വിട്ടു. ആ ഉമ്മ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഉമ്മ, അന്ന് ഷാഫി ഇമാം തങ്ങൾ അങ്ങനെ പറഞ്ഞേച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്താകും സഹോദരങ്ങളെ? ഈ രൂപത്തിലുള്ള ഇൽമും ഇൽമിന്റെ താവഴികളും ഒക്കെ നമുക്ക് ലഭിക്കുമായിരുന്നോ? ആ ഉമ്മ ചെയ്ത ഖിദ്മത്ത് അത്ര വലിയ ഖിദ്മത്താണ്. അതുപോലെ തന്നെയല്ലേ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ ഉമ്മ, ഷെയ്ഖ് ജീലാനി തങ്ങളെ ആ മേഖലയിലേക്ക് വിട്ടപ്പോ ബഗ്ദാദിൽ പോയി. പിന്നെ നീണ്ട വർഷക്കാലം, 33 വർഷക്കാലം വിജ്ഞാന തപസ്യയിലായി മുന്നേറ്റം നടത്തി. അതിനുശേഷം നീണ്ട 40 വർഷക്കാലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് എടുത്തപ്പോൾ ആ ഉമ്മാക്കെന്തൊരു സന്തോഷമാണ്, ഉമ്മാക്കെന്തൊരു സന്തോഷമാണ്. കുട്ടിക്കാലത്ത് ഇൽമു പഠിപ്പിച്ചു കൊടുത്ത വെല്ലിപ്പയായ അബ്ദുല്ലാഹി സോമയി തങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ്. കാരണം പേരക്കുട്ടി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രചരണം നടത്തിയിട്ട് അള്ളാഹു മുഹീദ്ദീൻ എന്ന നാമം നൽകിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്കല്ലേ മാർഗദർശനം നൽകിയത്, ലക്ഷക്കണക്കിന് ആളുകളുടെ ഈമാനല്ലേ രക്ഷപ്പെടുത്തിയത്, ലക്ഷക്കണക്കിന് ആളുകളെയല്ലേ അധാർമികതയിൽ നിന്ന് കൈപിടിച്ചുയർത്തിയത്. വല്ലാത്ത ഭാഗ്യം തന്നെ, ചെറിയൊരു ഭാഗ്യമൊന്നുമല്ല. അവരുടെ പിൻതലമുറക്കാരായ മുരീദുമാർ ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഖാദിരി ത്വരീഖത്തുമായിട്ട്, അതിൻ്റെ നിർദ്ദേശങ്ങളും അതിൻ്റെ റാത്തീബുകളുമായിട്ട് ഇന്നും അവരുടെ മാർഗങ്ങൾ ഹയാത്താക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര വലിയ ബഹുമാനമാണ്! ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ വിവിധ നാടുകളിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോകാൻ. ആ കൂട്ടത്തിൽ ഖാജാ തങ്ങളോട് പലരും പറഞ്ഞു, നിങ്ങൾ ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ പോയി കാണണം. അപ്പോൾ ഖാജാ തങ്ങൾ ചോദിച്ചു, ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ എങ്ങനെയാണ്? ഉസ്താദ്മാരോട് ചോദിച്ചു. ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ലാഹിറും ബാത്തിനും 2 ഇൽമും ഹാസിലാക്കിയ മഹാനാണ്. ഇൽമുൽ ലാഹിരിയ വൽ ബാത്തിനിയ, 2 ഇൽമും, ലാഹിരിയ ഇൽമും ബാത്തിനിയ ഇൽമും. ലാഹിരിയ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീഅത്ത്, ബാത്തിനിയ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്വരീഖത്തും ഹഖീഖത്തും. എല്ലാ മേഖലകളും അറിവുള്ള മഹാനാണ്. നിങ്ങൾ അവരെ പോയി കാണണം. ഖാജാ തങ്ങൾക്ക് വലിയ സന്തോഷമായി. ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ പോയി കാണാൻ വേണ്ടി പോയി.
കണ്ട ഉടനെ തന്നെ ഇസ്മായിൽ ഹാറൂനി തങ്ങൾ സ്വീകരിച്ചു. അരുമ ശിഷ്യനായ ഖാജാ തങ്ങളെ സ്വീകരിക്കുന്നു. ഇതെല്ലാം ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾക്ക് വലിയ നിർദ്ദേശം കിട്ടിയതാണ്. നീണ്ട കാലം ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ കീഴിൽ സുബ്ഹാനല്ലാഹ് 20 വർഷക്കാലം ഇൽമിന്റെ മേഖലയിൽ ചെലവഴിച്ചു. ഓരോ വർഷവും ഖാജാ തങ്ങൾക്ക് വരുന്ന സ്ഥാനമാനങ്ങൾ, ബഹുമാനങ്ങൾ ചെറുതല്ല. ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ശിഷ്യനായി സ്വീകരിച്ച ശേഷം ഖാജാ തങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ മാറുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഉസ്താദിനെ നോക്കുന്നു. ഉസ്താദിന്റെ സുഹൃദ്, ഉസ്താദ് ജീവിതത്തിൽ വളരെ പരിത്യാഗം അനുഭവിക്കുന്ന മഹാനാണ്. ഖാജാ തങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. സ്വന്തം ശരീരത്തിന് സുഖം വേണ്ട, റാഹത്ത് വേണ്ട. ഖാജാ തങ്ങൾ തീരുമാനിക്കുന്നു വേണ്ട. പിന്നെ ഉസ്താദ് അവറുകൾ ജീവിതം നോക്കുമ്പോ രാത്രി സമയം കൂടുതൽ നിസ്കരിക്കുന്ന പതിവാണ് ഉസ്മാനുൽ ഹാറൂനി തങ്ങൾക്കുള്ളത്. ഖാജാ തങ്ങൾക്കത് വലിയ ഇഷ്ടമായി. ഉസ്താദിന്റെ അതേ സബീൽ സ്വീകരിക്കുന്നു. 70 വർഷക്കാലം ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി തങ്ങൾ പകല് നോമ്പും രാത്രി നിസ്കാരവുമാണ്. ചെറിയൊരു ഇബാദത്തല്ല. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. എന്തൊരു ഇബാദത്താ നോക്ക് നിങ്ങൾ. ഉസ്താദ് എങ്ങനെ കണ്ട പൂർവികരിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണത്. ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു അൻഹു, അവരുടെ മുൻഗാമികളായ ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ തങ്ങൾ അങ്ങനെയാണ് 40 കൊല്ലം ഇശാ നിസ്കരിച്ച അതേ വുളൂ കൊണ്ടാണ് സുബ്ഹി നിസ്കരിച്ചത്. രാത്രി മുഴുവനും ഇബാദത്താണ്. ആ ഇബാദത്തിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു നിൽക്കുന്ന നൃത്തമൊക്കെ അയൽവാസികൾക്ക് വരെ വല്ലാത്തൊരു ആനന്ദമാണ്. അബൂ ഹനീഫ് ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ അയൽപക്കത്തെ ഒരു കുട്ടി ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ, ഇന്നലെ രാത്രിയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആ വീടിൻ്റെ മേലെ ഒരു തൂണിങ്ങനെ കാണലുണ്ടല്ലോ, ഇതെന്താ തൂണ് കാണാത്തത്? ഉമ്മ പറഞ്ഞു, മോളെ അത് തൂണല്ല. അതൊരു തൂണായിട്ട് തോന്നിയോ? അത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു രാത്രി നിന്ന് നിസ്കരിച്ച നൃത്തായിരുന്നു അത്. മോൾക്ക് ഇപ്പുറത്ത് നോക്കിയിട്ട് ഒരു തൂണായിട്ടാണ് തോന്നിയത്? ഇമാമുൽ ആലം തങ്ങൾ ഇങ്ങനെ നിന്ന് നിസ്കരിക്കായിരുന്നു സുബ്ഹി വരെ. ഇന്നാ തൂണ് കാണാത്തത് മഹാനവറുകൾ ഇന്നലെ വഫാത്തായി പോയി. കുട്ടികൾ നോക്കിയിട്ട് കാണാണത് തൂണിങ്ങനെ നിൽക്കുന്നത്. ഒരു നൃത്തം ഇങ്ങനെ നിൽക്കല്ലേ, നീണ്ട നേരം ഓതുന്നതൊക്കെ ആവർത്തിച്ചിട്ട്. എത്രയാണ് അവർ ഖുർആനിൻ്റെ തഫ്സീർ അവരെ മനസ്സിൽ ഒരായത്ത് ഇങ്ങനെ ഓതിയിട്ട് ആ ഒരായത്തിൻ്റെ തഫ്സീർ 1 മണിക്കൂറോ 2 മണിക്കൂറോ 10 മണിക്കൂറോ ചിന്തിച്ചാലും തീരാത്ത അത്രയും ഇൽമാണ്. അപ്പം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നിൽക്കുന്നതും സമയം പോകുന്നു ഒന്നും അറിയുന്നില്ല. കുറഞ്ഞ സമയമായിട്ടേ അവർക്ക് അനുഭവപ്പെടുന്നുള്ളൂ. അതവർക്കൊരു ത്രില്ലായി മാറിയതാണ്, ഒരു സുഖമായി മാറി. ഇബാദത്തിൻ്റെ ഒരു അഭിരുചി കിട്ടിയപ്പോൾ എത്ര നേരം നിന്നാലും കുറച്ചായിട്ടല്ലേ തോന്നുള്ളൂ. അതങ്ങനെ ഒരു സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പം ദിക്റിലൊക്കെ ഒരു സുഖം കിട്ടിയ ആൾക്ക് എത്ര ദിക്റില്ലാലും ആയിട്ടില്ല എന്നേ തോന്നുള്ളൂ. അങ്ങനെയാണ്. ദിക്റിൽ ഒരു സുഖം അനുഭവിക്കുന്ന ഒരാളാണ് മനസ്സുകൊണ്ട്. സ്വലാത്തിൽ ഒരു സുഖം അനുഭവിക്കുന്ന ആളാണ്. ഖുർആനത്തിൽ ഒരു സുഖം അനുഭവിക്കുന്ന ആളാണെങ്കിൽ എത്ര ഓതിയാലും ചൊല്ലിയാലും പാടിയാലൊക്കെ അയാളെ മനസ്സിന് എന്തേ തോന്നുള്ളൂ? കുറച്ചായിട്ടുള്ളൂ എന്ന് തോന്നുള്ളൂ. അത് ഒരു സുഖം, ഒരു ലദ്ദത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. അത് വലിയൊരു സന്തോഷമാണ്. ദിക്റ് ചൊല്ലുമ്പോൾ മനസ്സൊന്ന് ഉണർന്ന് ചെല്ലുക, ഖുർആൻ ഓതുമ്പോൾ മനസ്സൊന്ന് ഉണർന്ന് ഖുർആൻ ഓതുക, സ്വലാത്ത് ചൊല്ലുമ്പോൾ മനസ്സിനൊരു കുളിർമ ഉണ്ടാകുക, ഒരു സന്തോഷം ഉണ്ടാകുക, എത്രയും ചൊല്ലാൻ തോന്നുക. അത് വലിയൊരു ഭാഗ്യമാണ്. ചില ഉമ്മമാരോ കണ്ടില്ലേ നിങ്ങൾ? ചില ഉമ്മാമ്മമാരൊക്കെ സ്വലാത്ത് അങ്ങനെ ചൊല്ലും. നമ്മൾ കരുതി എത്രയാണ് ഇവർ ചൊല്ലുന്നതെന്ന്. അവരോട് ചോദിച്ചാൽ അവർ പറയും കുറച്ചായിട്ടുള്ളൂ. നമ്മളിപ്പുറത്തുനിന്ന് കണക്ക് കൂട്ടുമ്പോൾ ഒരു പക്ഷേ 300, 400, 500 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും കുറച്ച് ചൊല്ലിയിട്ടുള്ളൂ, ഒരു 50, 100 ഇത്രയധികം ചൊല്ലിയിട്ടോ. പക്ഷെ അവരനുഭവം അങ്ങനെയാണ്. അതവരെ മനസ്സിൽ അവർക്ക് ലഭിക്കുന്ന ഒരു സുഖമാണ്. അള്ളാഹു ഇബാദത്തിൻ്റെ ലദ്ദത്ത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമുക്കൊന്നത് കിട്ടിയില്ലല്ലോ, നമ്മൾ സാധുക്കളല്ലേ, പാവങ്ങളല്ലേ, അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മഹാന്മാരൊക്കെ ഒരു നിസ്കാരം, അവരൊക്കെ ഒരു ഓത്ത്, അവരൊക്കെ ഒരു ഇബാദത്ത്, അത് പറയുമ്പോഴേക്കന്നെ നമുക്കൊരു പേടിയാണ്. പഠിച്ചവനെ നമ്മളിത് പറഞ്ഞുകൊണ്ടൊരു ബർക്കത്തെടുക്കുകയാണ്.
അല്ല നമ്മൾ അതിൻ്റെ തഹത്തിലായിട്ടില്ല, നമ്മളതിൻ്റെ മേൽവിലാസത്തിലോ അതിൻ്റെ കീഴിലോ ആയിട്ടില്ല. പറഞ്ഞിട്ട് ആ ഒരു ബർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് നന്മയേറ്റി തരുമാറാകട്ടെ. ഖാജാ തങ്ങൾ ആ ഉസ്താദിൻ്റെ ജീവിതം കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പകർത്തി നോമ്പും നിസ്കാരമൊക്കെ. അങ്ങനെ ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നത് നോക്കുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒരു പത്തിരി, ഒരു ഉണക്കപ്പത്തിരി കഴിക്കും. അതേ ശീലം ഖാജാ തങ്ങളും. ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ അങ്ങനെ അങ്ങോട്ട് പകർത്തി. ഖുർആനോ, ഖുർആനിൻ്റെ ഖത്മ് വളരെ കൂടുതലാണ് ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങൾക്ക്. ഒരു ദിവസം 2 പ്രാവശ്യം ഖുർആന് ഖത്മ് തീർക്കുന്നു. അതേ പാരമ്പര്യം മഹാനവറുകളും അതാ സ്വീകരിക്കുന്നു. ഖാജാ തങ്ങൾ ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ കൂടെ ഇങ്ങനെ ജീവിതം നയിച്ചിട്ട് ഓരോ സ്റ്റേജ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ഖാജാ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് ഉളു പുതുക്കണം. ഉളു എടുക്കണം എന്നല്ല, ഉളു പുതുക്കണം. ഖാജാ തങ്ങൾ ദായിമുൽ ഉളു ആണ്, നിത്യവും ഉളുവോടുകൂടെ ജീവിച്ച മഹാനാണ്. ഒരു ടൈമും ഉളുവിൽ നിന്ന് ഒടിവല്ല. ഉളു ഒന്ന് പുതുക്കി വരണം, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ഉസ്താദിന്റെ നിർദ്ദേശമാണ്. 1ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം ഓതണം. ഇഖ്ലാസ് സൂറത്ത് 1000 പ്രാവശ്യം ഓതണം. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതണം 1000 പ്രാവശ്യം. 1 പ്രാവശ്യം ഇഖ്ലാസ് സൂറത്ത് ഓതണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം 101 പ്രാവശ്യം. 101 പ്രാവശ്യം സ്വലാത്തും ചൊല്ലി. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഈ ദിക്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും വലിയൊരു സ്ഥാനത്തേക്ക് നിങ്ങൾ ഉയർന്നിട്ടുണ്ട്, അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടത് ആ സ്ഥാനവസ്ത്രം കൊടുക്കുന്നു. സ്ഥാനവസ്ത്രം കൊടുത്ത ശേഷം ഖാജാ തങ്ങളോട് പറയുന്നു, ഒരു രാത്രി മുഴുവനായി നിങ്ങൾ റിയാദക്കിരിക്കണം, ഖൽവത്തിലിരിക്കണം, വേറെ ഒരു ചിന്തയും വരാതെ, ഉളു ഒന്നും മുറിയാതെ, ഭൗതിക താല്പര്യങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ ഇഖ്ലാസ് സൂറത്ത് 1000 പ്രാവശ്യം ഓതണം. രാത്രിയിലും പകലുമായി റിയാദക്കിരിക്കുകയാണ്. നിർബന്ധ നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കും. അതിൻ്റെ ടൈമാകുമ്പോൾ ആരോടും സംസാരിക്കാനില്ല, ഭക്ഷണം കഴിക്കാനില്ല. നോമ്പ് നോറ്റതല്ലേ, നോമ്പൊന്ന് തുറക്കും. അത്താഴത്തിൻ്റെ സമയത്തൊരു ചെറിയ ഭക്ഷണം കഴിക്കും സുന്നത്തിന് വേണ്ടി. പിന്നെ രാത്രി എന്താ പണി? ഇഖ്ലാസ് സൂറത്ത് ഓതുകയാണ്. ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം 1000 പ്രാവശ്യം ഇഖ്ലാസ് സൂറത്ത് കഴിഞ്ഞപ്പോൾ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇർഫഅ റഅസക ഇല സമാ, ഒന്ന് മുകളിലേക്കൊന്ന് തല ഉയർത്തി നോക്കണം, എന്നിട്ടൊന്ന് കണ്ണു തുറന്നൊന്ന് നോക്കണം. ഖാജാ തങ്ങൾ കണ്ണു തുറന്നു നോക്കുമ്പോ ഒരുപാട് മറകൾ നീങ്ങിയിട്ട് ഒരുപാട് മലക്കൂത്തിയായ രഹസ്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രഹസ്യങ്ങൾ ഖാജാ തങ്ങളിലേക്ക് വെളിവാക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ വെളിവായി ഒക്കെ കണ്ട ശേഷം ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറഞ്ഞു, ഇനിയൊന്ന് താഴോട്ട് നോക്കൂ, താഴ്ഭാഗത്തേക്ക് നോക്കൂ, കാലിൻ്റെ ചുവട്ടിലേക്ക് താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോ ഫൻകശഫ ലഹു മാ തഹത സറാ, ഭൂമിക്കടിയിലുള്ള രഹസ്യങ്ങൾ ഖാജാ തങ്ങൾക്ക് അല്ലാഹു വെളിവാക്കി കൊടുക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും ശൈഖ് അവർകൾ പറഞ്ഞു, ഇനിയും പോയിട്ടൊരു 1000 ഇഖ്ലാസ് സൂറത്ത് ഓതണം. വീണ്ടും 1000 ഇഖ്ലാസ് സൂറത്ത് ഓതി. അപ്പോൾ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറഞ്ഞു, കണ്ണ് ചിമ്മണം. കണ്ണ് ചിമ്മി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കണ്ണ് തുറക്കണം. കണ്ണ് തുറന്നപ്പോൾ ശൈഖ് അവർകൾ ചോദിക്കുന്നു, എന്താ കണ്ടത്? ഖാജാ തങ്ങൾ പറയുന്നു, ഞാൻ ഒരുപാട് രഹസ്യങ്ങൾ കണ്ടു. ഭൗതിക ലോകം മാത്രമല്ല, അഭൗതിക ലോകത്തെ ഒരുപാട് അസ്റാറുകൾ, രഹസ്യങ്ങൾ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. എന്നാ നിങ്ങൾ ഇനി എൻ്റെ കൂടെ നിൽക്കരുത്, നിങ്ങൾ വേഗം പോകണം. എങ്ങോട്ടാ പോകേണ്ടത്? സുബ്ഹാനല്ലാഹ്. നിങ്ങളെ കയ്യിൽ ഞാൻ കുറച്ച് സംഭാവന തരാം, കുറച്ച് സ്വതക്കകൾ തരാം, അത് സാധുക്കളിലേക്ക് നിങ്ങൾ വിതരണം ചെയ്യണം. ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ സമീപത്തുനിന്ന് കിട്ടിയ ആ സ്വതക്കയുമായിട്ട് ഫക്കീറന്മാരിലേക്കും മിസ്കീന്മാരിലേക്കും വരുന്നു. അങ്ങനെ അതൊക്കെ സ്വതക്ക ചെയ്ത ശേഷം ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറയുന്നു, നമുക്ക് വിശുദ്ധമായ ഹറമൈൻ ശരീഫ് ഏരിയയിലേക്ക് പോകാം, മക്കയിലേക്കും മദീനയിലേക്കും പോകാം. മക്കയിലെത്തി
കഅബ തവാഫ് ചെയ്തു. ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ആ മത്താഫിന്റെ മുന്നിൽ വെച്ച് ശിഷ്യനായ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾക്ക് വേണ്ടി ഒരുപാട് നേരം ദുആ ചെയ്തു. ഈ ഖാജാ തങ്ങൾക്ക് ഖബൂലിയത്തിന് വേണ്ടി, സ്ഥാനം ഉയർന്നു കിട്ടാൻ വേണ്ടി, അല്ലാഹു തആല ഒരുപാട് സൗകര്യങ്ങൾ തുറന്നു കൊടുക്കാൻ വേണ്ടി അവിടെ വെച്ച് ദുആ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം പിന്നെ മദീനയിലേക്ക് പുറപ്പെട്ടു. ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ റൗളത്തുൽ മുക്കറമയിലേക്ക് എത്തിയാൽ അള്ളാഹു സിയാറത്തിന് തൗഫീഖ് തരട്ടെ, ഹജ്ജ് ഉംറക്ക് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നിങ്ങൾ അവിടെ എത്തി ഉപ്പാപ്പയെ നേരിട്ട് നിങ്ങൾ സംബോധന ചെയ്യണം. നിങ്ങളുടെ ഉപ്പാപ്പയാണ് അവിടെ വിശ്രമിക്കുന്നത്. ഖാജാ തങ്ങൾ ഉപ്പാപ്പയെ വിളിച്ചു. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു. വിളിച്ചപ്പോൾ ഹുജ്റത്തു ശരീഫയിൽ നിന്ന് സലാം മടക്കി കേട്ടു. പേരക്കുട്ടിയുടെ സലാം മടക്കി കേട്ടു. കുറേ ആളുകൾ പരിസരത്തുണ്ട്. ആ സിയാറത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ഷെയ്ഖ് ഖാജാ തങ്ങളുമായി മടങ്ങി വന്നു. മടങ്ങി വന്ന ശേഷം ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ അതാ മുഴുവൻ കാര്യങ്ങളും മുഴുവൻ അനന്തരമായി ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ ത്വരീഖത്തിന്റെ മുഴുവൻ പതിവുകളും മുഴുവൻ നിർദ്ദേശങ്ങളും ഖാജാ തങ്ങളിലേക്ക് കൈമാറിയിട്ട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. നീ നിർവഹിക്കേണ്ട കാര്യങ്ങളും വസിയത്തുകളൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നിങ്ങൾ ദഅവത്ത് നടത്തണം. നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ പിന്നീട് വരും. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഖാജാ തങ്ങളെ വിട്ടു. ഖാജാ തങ്ങൾ പിന്നെ അവിടെ നിന്നതാ ഒരുപാട് മശായിഖുന്മാരെ കാണാൻ പോവുകയാണ്. സഞ്ചർ എന്ന് പറയുന്ന നേരത്തെ താമസിച്ച നാടുണ്ടല്ലോ, അവിടേക്കെത്തി. അവിടെ പോയിട്ട് 15 ദിവസം താമസിച്ചു. വലിയ വലിയ മഹാന്മാരെ കണ്ടു. അതിനിടക്ക് പിന്നെ പോയി ബഗ്ദാദിലേക്ക് പോയി. ബഗ്ദാദിൽ പോയിട്ട് അവിടെ അതാ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരെ കണ്ടു. അവരിൽ നിന്ന് ഒരുപാട് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു, പൊരുത്തങ്ങൾ വാങ്ങി. പിന്നെ അവിടെ നിന്ന് നേരെ ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു കാണാൻ പോയി. പിന്നെ പോകുന്ന പോക്കിൽ ഹമദാൻ എന്ന് പറയുന്ന നാട്ടിൽ പോയി. ഷെയ്ഖ് യൂസുഫുൽ ഹമദാനി റളിയല്ലാഹു അൻഹു കണ്ടു. തിബിരീസിലേക്ക് വന്നു. ഷെയ്ഖ് അബൂ സഈദ് തിബിരീസി റളിയല്ലാഹു അൻഹു കണ്ടു. പിന്നെ അവിടെ നിന്ന് ഒരുപാട് മാർഗങ്ങളിലേക്ക് പോയി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 70 അഖ്താബുകളുമായി ആ യാത്രയിൽ മഹാനവർകൾ ഒരുമിച്ച് കൂടുകയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ഉപദേശങ്ങൾ വാങ്ങുകയും പൊരുത്തങ്ങൾ വാങ്ങുകയും ചെയ്തു. അവസാനമായി ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്നു. അബൂ യസീദുൽ ബിസ്താമിൻ്റെ കൂടെ 2 വർഷം താമസിച്ചു. 2 വർഷം താമസിച്ചു. പിന്നെ അവിടെ നിന്ന് ഉസ്തുറാബാദിലേക്ക് പോയി. അവിടെയുള്ള വലിയൊരു മഹാന്റെ കൂടെ താമസിച്ചു. പിന്നെ അതാ ഷെയ്ഖ് ഖാജാ തങ്ങൾ പല ഭാഗങ്ങളിലേക്കും അങ്ങനെ യാത്രയായി. ബൽഖ് നാട്ടിലെത്തി. ബൽഖ് നാട്ടിലും വലിയ വലിയ മഹാന്മാരുണ്ട്, അവിടെയും താമസിച്ചു. അവിടെ നിന്നതാ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു. കുറേ മഹാന്മാരുമായി കണ്ടു. ഈ രംഗങ്ങളൊക്കെ പൂർത്തിയാക്കിയപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാജാ തങ്ങളെ വിളിക്കുന്നു. 70 അഖ്താബുകളുമായുള്ള സംഗമങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുകൊണ്ട് ഖാജാ തങ്ങളെ വിളിച്ചപ്പോ നാട്ടിൽ നിന്ന് നേരെ ഖാജാ തങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അതാ മക്കയിൽ പോയി. അവിടെ നിന്ന് കുറച്ച് ദിവസം താമസിച്ച് വീണ്ടും പോയി മദീനയിലേക്ക് പോയി. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. ഇന്ത്യ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ത്യയിലെ അജ്മീർ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക മസ്കനുക വമദ്ഫനുക, നിങ്ങളെ താമസ സ്ഥലം അജ്മീറാണ്,
നിങ്ങൾക്ക് അന്ത്യവിശ്രമം കൊള്ളാനുള്ള സ്ഥലവും അജ്മീറാണ്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് നേരെ പോകണം ഇന്ത്യയിലേക്ക്. ഇന്ത്യയുടെ ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. സഹോദരന്മാരെ, ശൈഖ് റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നു. ഡമസ്കസ് വഴി മഹാനവറുകൾ വിവിധ പ്രദേശങ്ങളിലൂടെ, അതെ, നമ്മുടെ പഴയകാലത്തെ ലാഹോർ വഴി ഇന്ത്യയിലേക്ക്, ഡൽഹിയിലേക്ക് മഹാനവറുകൾ എത്തിച്ചേരുകയാണ്. ലാഹോറിലെത്തിയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ശൈഖ് ഹജൂരി റളിയല്ലാഹു അൻഹു ഉണ്ട്. അവർ വഫാത്തായ ഉടനെയാണ് ശൈഖ് അവർകൾ അവിടെ എത്തുന്നത്, ഖാജാ തങ്ങൾ എത്തുന്നത്. അവിടെ കുറച്ച് ദിവസം താമസിച്ചു. പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. പുറപ്പെടുന്നതിൻ്റെ കുറച്ച് മുമ്പായി അജ്മീർ, ഇന്ന് പറയുന്ന ഡൽഹിയൊക്കെ അടക്കം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അന്നത്തെ ഭരണാധികാരിയായ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഭരണാധികാരിയോട് ആ ഭരണത്തിൻ്റെ കീഴിലുള്ള, രാജാവിൻ്റെ കീഴിലുള്ള കുറേ ജ്യോത്സ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഈ നാട്ടിലേക്ക് ഒരു ഫക്കീർ വരുന്നുണ്ട്. ആ ഫക്കീറിൻ്റെ രൂപവും ഭാവവും ഒക്കെ വിശദീകരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ ഫക്കീർ വരുമ്പോൾ നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം. നിങ്ങളുടെ ഭരണം ഒരു പക്ഷേ അതോടുകൂടെ അസ്തമിക്കും. നിങ്ങളുടെ അധികാരങ്ങളൊക്കെ പോകും. നിങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഏറ്റുമുട്ടിയിട്ട് ജയിക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. പുറത്തുനിന്ന്, വിദേശ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഭരണാധികാരി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രഹസ്യമായി നിരീക്ഷണ സേനയെ വിന്യസിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചറിയാനും മറ്റുമൊക്കെ. പക്ഷെ അള്ളാഹുവിൻ്റെ തീരുമാനം നടക്കുമല്ലോ. അതങ്ങനെയല്ലേ? അങ്ങനെയാണ്. എത്ര ആയിരം ആൾക്കാരെ കൊന്നു ഫിർഔന് മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നത് പേടിച്ചുകൊണ്ട്. പക്ഷെ ആ മൂസാ നബി അലൈഹി സ്വലാമിനെ 30 വർഷക്കാലം അള്ളാഹു താല വളർത്തിയത് ഫിർഔൻ്റെ കൊട്ടാരത്തിലല്ലേ? അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയല്ലേ? തീരുമാനം എങ്ങനെയാണ്? അതിനെ മറികടക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ലേ അല്ലാഹ്? അവിടെയല്ലേ വളർന്നത്? അവിടെയല്ലേ മഹാനവറുകൾ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാം വളരെ സന്തോഷപൂർവ്വം താമസിച്ചത് 30 വർഷക്കാലം. അത് ചെറിയൊരു കഥാവൊന്നുമല്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും വധിക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വധിക്കാൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജന്മത്തിൻ്റെ മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജന്നത്തെപ്പറ്റി അന്നത്തെ കാലത്തുള്ള ഭരണാധികാരികളോട് സൂചന കൊടുത്തിരുന്നു. കുറേ ആളുകൾ അതിന് ശ്രമം നടത്തിയിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉമ്മ പ്രസവിച്ച ശേഷം മലഞ്ചെരുവിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സുരക്ഷിതമായി വളർത്തി. അവിടേക്കാരെയും നോട്ടവും മറ്റും ഒന്നും എത്താതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളർന്നു, വികസിച്ച് വലുതായി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെയും തടുത്തു നിർത്താഞ്ഞിട്ടല്ലേ നുമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞത്. ആ ഒരു പരീക്ഷണത്തിൽ നുമ്രൂദ് തോറ്റു എന്നല്ലാതെ കാര്യമായിട്ട് വിജയമൊന്നും ഉണ്ടായില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമല്ലേ ജയിച്ചത്. അതുകൊണ്ടല്ല നുമ്രൂദിൻ്റെ മകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വരുന്ന കണ്ടപ്പോൾ ഷാഹത്തിലും വലിയത്. നുമ്രൂദിനോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഇത്രയും അഗ്നികുണ്ഡം തയ്യാറാക്കിയിട്ട് ഉടുത്ത തുണി പോലും കരിയാതെ, രോമത്തിന് പോലും പോറലേൽക്കാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ നിന്ന് നടന്നു വന്നെങ്കിൽ ഇബ്രാഹിം നബിൻ്റെ റബ്ബ് ഹക്കായ റബ്ബ് തന്നെയാണ്, ഞാനതിൽ വിശ്വസിക്കാണ്. ബങ്ങളൊരു ബാപ്പയാണ്, നിങ്ങൾക്ക് ഒന്നിനും കഴിയൂല. നുമ്രൂദിനോട് സ്വന്തം മകള് പറഞ്ഞു, നിങ്ങൾക്കൊന്നിനും കഴിയൂല എന്നില്ല തെളിവാണത്. 50 ദിവസം ആ അഗ്നികുണ്ഡത്തിൽ താമസിച്ച് എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾക്ക് അടുക്കാൻ പറ്റുന്നുണ്ടോ അങ്ങോട്ട്? എത്ര മലയുടെ അപ്പുറത്ത് നിന്നിട്ടാണ് നിങ്ങൾ തീയിലേക്ക് നോക്കിയത്? ഒന്ന് സംവദിക്കാനും സംസാരിക്കാനും വേണ്ടി ഒന്ന് അടുത്ത് പോയി നിൽക്കാൻ നേരിണ്ടോ? അവിടെ നിങ്ങളാ വലിയ കഴിവും പ്രാപ്തിയൊക്കെ പറഞ്ഞു നടക്കുന്നത്. കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളത് നിങ്ങളെക്കാളും എത്രയോ 10 മടങ്ങ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ റബ്ബിനുമാണ്. ഒരു തർക്കമില്ല, അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അങ്ങനല്ലേ അള്ളാഹുവിൻ്റെ തീരുമാനം. എല്ലാ ഭാഗത്തും നിരീക്ഷണ സേനയെ നിർത്തിയെങ്കിലും ഖാജാ തങ്ങൾ ഇങ്ങോട്ട് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും എല്ലാവരും ചരിത്രം വേഗം നബിതങ്ങളിലേക്ക് അങ്ങോട്ട് ഏച്ചു കെട്ടലാണെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും പണിയുണ്ട്. അതാദ്യം മനസ്സിലാക്കണം. ഇത് നമ്മൾ പറയുമ്പോൾ ആൾക്കാർ അടിക്കുറിപ്പ് ചെയ്ത് ഒക്കെ വേഗം നബിതങ്ങളിലേക്ക് കണ്ട് വരച്ചു കൂട്ടലാണ്. എങ്ങനെ വരച്ചു കൂട്ടാതിരിക്കുക? തങ്ങളെ നിയന്ത്രണം അങ്ങനെയാണ്. എന്താ തങ്ങളെ വഫാത്തിന് ശേഷം തങ്ങൾ ഡ്യൂട്ടി എന്താ? ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിച്ചു. പ്രധാനമായുള്ള ഡ്യൂട്ടി അന്നദുറു ഫീ അഅമാലി ഉമ്മത്തിഹി. 5 വിഷയങ്ങളുണ്ട്. അതിലൊന്ന്
ഉമ്മത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി വീക്ഷിക്കുകയാണ്. ഇബ്നു ഹജർ തങ്ങളോട് ചോദ്യം, എന്താണ് തങ്ങൾക്ക് വഫാത്തിന് ശേഷമുള്ളത്? വഫാത്തിന് ശേഷം തങ്ങൾ ഈ ഉമ്മത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? ഉണ്ട്. ഷഫാത്ത് ചെയ്യുന്നുണ്ടോ? ഷഫാത്ത് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്, സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. ഈ ഉമ്മത്തിൽ നിന്ന് വഫാത്താകുന്ന സ്വാലിഹീങ്ങളെ ജനാസകളിൽ സംബന്ധിക്കുന്നുണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറിയൊരു നിരീക്ഷണമൊന്നുമല്ല, വേറുള്ള നബിമാരെ പോലെയൊന്നുമല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതല്ലേ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് എനിക്ക് ആര് സലാം പറയുന്നുണ്ടോ ആ സലാം ഞാൻ മടക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹ് ഹദീസല്ലേ. അപ്പോൾ ആളുകൾ അവരുടെ വിശ്വാസത്തിൻ്റെയും ഇൽമിൻ്റെയും കുറവ് കൊണ്ട് ഇത്തരത്തിലുള്ള ചില സംഗതികളൊക്കെ നിരുത്സാഹപ്പെടുത്തി തള്ളാണ്. നമ്മൾ ശരിക്കും ഈമാൻ കൊള്ളണം. ഇതിൽ അതിശോക്തിയൊന്നുമില്ല. അത്ഭുതാവഹമായിട്ട് വളച്ചു കെട്ടിയിട്ട് ഏച്ചൂട്ടിണ്ടാക്കുന്നല്ല. പേരക്കുട്ടിയെ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി നിർദ്ദേശിച്ച് പറഞ്ഞു വിടുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖലീഫമാർ ഭരിക്കുമ്പോഴൊക്കെ തങ്ങൾ നിർദ്ദേശം നൽകിയിട്ടില്ലേ? ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുമ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഭരിക്കുമ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ശത്രുക്കളൊക്കെ മഹാനവറുകൾ വീട്ടു തടങ്കലിൽ വെച്ചപ്പോൾ വീടിൻ്റെ മേൽക്കൂരയിലൂടെ വെള്ളം നൽകിയിട്ട് നോമ്പ് തുറക്കാനും അത്തായത്തിന് വെള്ളം കുടിക്കാനും, നാളെ നമ്മുടെ ഭാഗത്ത് നമ്മുടെ അടുത്ത് വന്ന് നോമ്പ് തുറക്കണോ അല്ലെങ്കിൽ ഇവിടെ തന്നെ താമസിക്കണോ എന്ന് വെച്ചപ്പോൾ ഞാൻ നോമ്പ് തുറക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ നാളെ നമ്മുടെ അടുത്തേക്ക് വന്നോളൂ. ഈ നിർദ്ദേശങ്ങളൊക്കെ നൽകിയതാരാ? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നൂറ്റാണ്ടിലും തങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്, ഓരോ സമാലും തങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്, ഇപ്പോഴും നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും അഖീദ. തങ്ങളെ നിരീക്ഷണമുണ്ട്, നോട്ടമുണ്ട്. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. കാണുന്നു എന്ന് മാത്രമല്ല, വിലയിരുത്തുന്നു എന്ന് മാത്രമല്ല, നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പുറത്തും നൂറ്റാണ്ടുകളിൽ ഓരോരോ മഹാന്മാരോടും നിർദ്ദേശങ്ങൾ തങ്ങൾ നൽകിയിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ദീനിന് ഉമ്മത്തിന് അള്ളാഹു തആല നൽകിയൊരു എളുപ്പമാണ്, ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഖാജാ തങ്ങൾക്കും നിർദ്ദേശം കിട്ടി. ഖാജാ തങ്ങൾ യാത്ര തിരിച്ചു, ഡൽഹിയിലെത്തി. അവിടെ ഷെയ്ഖ് മക്കി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയുണ്ട്. അവിടെയാണ് ആദ്യം വന്ന് താമസിച്ച് ഷെയ്ഖ് മക്കി തങ്ങളെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട്. ഡൽഹിയിലൊക്കെ പോകുന്ന ആൾക്കാർ ആദ്യം ഡൽഹിയിലുള്ള മസാറുകളൊക്കെ ലിസ്റ്റ് ആദ്യം എടുക്കണം. അങ്ങനെ കുറേ ആൾക്കാർ അജ്മീർ മറ്റൊക്കെ പോയി വരും. അവിടെയൊക്കെ ഒരുപാട് മഹാന്മാർ അന്തിറങ്ങുന്നുണ്ട്. പൈസ ഒക്കെ ചിലവാക്കി തിരിച്ചു വന്നിട്ട് നിങ്ങൾ അവിടെ പോയോ? അവിടെ പോയില്ലല്ലോ. ആ ലിസ്റ്റൊക്കെ ആദ്യം എടുക്കണം. എവിടൊക്കെ സിയാറത്തിന് പോകണം, എവിടൊക്കെ ദ്വാരക്കണം. മക്കത്തും മദീനത്തൊക്കെ പോകുന്ന ആൾക്കാർ ചെയ്യേണ്ടത് എന്താ? അവിടൊക്കെ മുസ്തജാബത്തു ദഅവത്തായ സ്ഥലങ്ങളൊക്കെ ഒപ്പിയെടുക്കണം. ഇവിടുന്ന് പോണതിന് മുമ്പ് എല്ലാം റെഡിയാക്കി എടുക്കണം. മക്ബറകൾ ധാരാളമുണ്ട് മക്കയിൽ. മുസ്തജാബു ദഅവത്തായ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. എന്തിനാ കാശും ചിലവാക്കി വെറുതെ പോകുന്ന? ടൗൺ കാണാനോ? അതിവിടെ വീഡിയോയിൽ കണ്ടാൽ പോരെ, നഗരം കാണാനല്ല. ആ സ്ഥലങ്ങളിലൊക്കെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി ദ്വാരക്കാനാണ്, ബർക്കത്തെടുക്കാനാണ്. അവിടെയൊക്കെ ഒന്ന് ഇരുന്നിട്ട് നിസ്കരിച്ചിട്ട് ദിക്ർ ചൊല്ലിയിട്ട് ദ്വാരുന്നിട്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചിട്ട്. മത്താഫിൽ തന്നെ നോക്ക് നിങ്ങൾ, എത്ര സ്ഥലങ്ങളുണ്ട്. മസ്അയിൽ എത്ര സ്ഥലങ്ങളുണ്ട്. ചുറ്റുഭാഗത്ത് എത്ര പർവ്വതങ്ങളുണ്ട്, എത്ര പള്ളികളുണ്ട്, എത്ര താഴ്വരകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. 75-ലധികം സ്ഥലങ്ങളാണ് പരിശുദ്ധമായ ഹറമിൻ്റെ, മക്കത്തെ ഹറമിൻ്റെ പരിസര ഭാഗങ്ങളിലുള്ളത്. കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങളാണൊക്കെ, വെറുതെ പറയുന്നതല്ല. ആ സ്ഥലങ്ങളിലൊക്കെ പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിലേക്ക് കൈയുയർത്തിയിട്ട് ദ്വാരക്കാൻ പറ്റണം. മദീനയിലെത്തിയാൽ അവിടെ മഷ്ഹദുകൾ കുറേയുണ്ട്. 1-2 അല്ല, ധാരാളം സ്ഥലങ്ങളുണ്ട്. ഹുജ്റത്തു ഷരീഫയും അതുപോലെ തന്നെ റൗളയും മാത്രമല്ല ഉള്ളത്. ഇപ്പുറത്ത് സ്വഹാബിമാരിരുന്ന് ഇൽമു പഠിച്ച സ്ഥലമുണ്ട്. അസ്ഹാബു സുഫ, അവരുടെ സുഫത്തുണ്ട്. അതിൻ്റെ നേരെ അപ്പുറത്ത് തൗബയുടെ തൂണുണ്ട്. ഉസ്തുവാനത്തു തൗബ. തൗബയുടെ തൂണ് കണ്ടോന്ന് വെച്ചാൽ തിരിച്ചു, തൗബൻ്റെ തൂണോ? അങ്ങനെ ഒരു തൂണ് അവിടെ എവിടെ കണ്ടില്ലല്ലോ. അത് നമ്മൾ അറിയണം. സ്വഹാബിമാർക്ക് തൗബ കിട്ടിയിട്ട് തൗബക്ക് വേണ്ടി അവർ ഇരുന്നിട്ട് ആ തൗബ കിട്ടിയിട്ട് ആയത്തിറങ്ങിയിട്ട് ആ തൂണിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു പശ്ചാത്തലം കാര്യങ്ങളൊക്കെ ഹദീസിലും മറ്റൊക്കെ വന്നെങ്കിൽ
നമുക്ക് പ്രതീക്ഷ അതൊക്കെയല്ലേ ഉള്ളൂ. അവർക്കൊക്കെ തൗബ ചെയ്ത സ്ഥലം, ഓലൊക്കെ കരഞ്ഞ സ്ഥലത്തിരുന്നിട്ട് നമ്മൾ ഒരു കണ്ണീരുറ്റിച്ചാൽ അങ്ങനല്ലേ ഭാഗ്യം കിട്ടുക. അല്ല അപ്പം നമ്മൾ എവിടുക്കെത്താനാ? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതൊക്കെ അന്വേഷിച്ച് പഠിച്ച്, ഞാനതിപ്പോൾ വിശദീകരിക്കല്ല, നമ്മൾ പോകണം. പോകുന്ന ആൾക്കാരെ അതിന് മുമ്പ് സെറ്റപ്പാക്കണം. അതിന് ഏതെങ്കിലും ഉസ്താദിനെ സമീപിച്ചോളി, ആ ഉസ്താദ് തരുന്ന ഇൽമനുസരിച്ച് ആ ഉസ്താദിൻ്റെ ഹദിയം കൊടുത്താളി. വെറുതെ എങ്ങനെ ഇൽമൊന്നായിട്ട് സ്വീകരിക്കണ്ടല്ലോ. അത് ശരി. ആ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദ് ഞങ്ങളൊരാഴ്ച കൊണ്ട് ഞാൻ മക്കത്തും മദീനത്തും പോവുകയാണ്, അവിടെയുള്ള മസാറുള്ള സ്ഥലങ്ങളും ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എഴുതി തരും, എനിക്കൊന്ന് അങ്ങോട്ട് പോകാനാണ്. ആ ഉസ്താദ് അങ്ങനെ എഴുതി തരുമ്പോൾ ആ ഉസ്താദിന് സായില്ലേ, ആ സായി നിങ്ങളൊരു ശുക്രും ചെയ്താളി, അധ്വാനത്തിന് ശുക്ർ അത് ചെയ്തിട്ട് അതും വാങ്ങിയിട്ട് നിങ്ങൾ പോകുമ്പോൾ നമ്മൾ കാണാത്തൊരുപാട് സ്ഥലങ്ങൾ, ഇതുവരെ അനുഭവിക്കാത്ത സ്ഥലങ്ങൾ. ആകെ ഒരു മത്താഫിൽ പോയി മസ്ഐൽ പോയി കുറച്ച് കഴിഞ്ഞ് മുടിയും മുറിച്ച് അപ്പുറത്ത് പോയി പിന്നെ ഒരു ഉംറ ചെയ്ത് മുടി മുറിച്ചുകൊണ്ട് പോകും, പോരാ. ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം, അവിടെയൊക്കെ ദ്വാരക്കണം. സഹോദരങ്ങളും സഹോദരിമാർക്കൊക്കെ അതിന് ചാൻസ് ഉണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനാകണം. അതുകൊണ്ടല്ലേ ഹജ്ജിനൊക്കെ ഇത്രയും തോന്നുന്ന ദിവസങ്ങൾ എന്തിനാ? ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള ദിവസങ്ങളൊന്നുമല്ല. അതിനപ്പോൾ 40 ദിവസം നായിട്ട് വെച്ചത് ഈ സ്ഥലങ്ങളൊക്കെ പോകാനും കാണാനും അനുഭവിക്കാനും മറ്റൊക്കെ ഉണ്ട്. 1-2 സ്ഥലങ്ങളല്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഹജാത്തങ്ങൾ നേരെ വന്നു. ഷെയ്ഖ് മക്കീ തങ്ങളെ മസാറിൻ്റെ അടുത്ത് അവിടെ താമസിച്ചു. ഹജാത്തങ്ങൾ അവിടെ വന്നപ്പോൾ മഹാനവറുകളെ കാണാൻ വേണ്ടി പ്രദേശവാസികൾ പലരും വന്നു. എല്ലാവരും പോയി കാണുന്നു. കാണുന്ന ആളുകൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു. നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നവരെ മനസ്സും മനസ്ഥിതിയൊക്കെ മാറുന്നു. ഹജാത്തങ്ങളെ കൈപിടിച്ചിട്ട് പലരും പല വിഷമങ്ങളും പറയുമ്പോൾ ഉടനെ തന്നെ ഹാജാത്തങ്ങൾ ആ വിഷമത്തിന് പരിഹാരം കൊടുക്കുന്നു. പ്രതിസന്ധികൾ പറയുന്നു. പ്രതിസന്ധികൾ മാറുമ്പോൾ അവർ ചിന്തിക്കുന്നു, പടച്ചോനെ കുറേ കാലമായി നമ്മൾ ഈ പ്രതിസന്ധി മാറിയിട്ടില്ല, ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് മാറ്റം ഈ മഹാനെ കൊണ്ടല്ലേ, അതുകൊണ്ട് ആ മഹാന ദീന് യഥാർത്ഥ ദീനാണ്, ഞാനും അത് സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ നമ്മളാൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതവരെ മനസ്സിൽ അള്ളാഹ് ഇട്ട് കൊടുക്കുന്ന ഹിദായത്തല്ലേ. അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ, പ്രദേശവാസികൾ പലരും ഖാജാത്തങ്ങളെ കീഴിൽ അവിടെ വിശുദ്ധ ദീന് സ്വീകരിച്ചു. പിന്നീട് ഖാജാത്തങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നു, അജ്മീറിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവിടേക്ക് പോകുമ്പോൾ അജ്മീറിലെത്തുന്നത് തടയാൻ വേണ്ടി പല ഭാഗത്തും ആളെ നിർത്തിയിട്ടുണ്ടെങ്കിലും ഖാജാത്തങ്ങളും ശിഷ്യന്മാരും ആളുകളും കൂടി ഏറെ അങ്ങോട്ട് പോകുകയാണ്. പോകുന്നതിൻ്റെ മുമ്പ് ശിഷ്യന്മാരിൽ പ്രമുഖനായ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി തങ്ങളെ ഇവിടെയാക്കി ഡൽഹിയിൽ ചുമതലപ്പെടുത്തി, നിങ്ങൾ ഇവിടെ നിൽക്കണം, ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കണം, നേതൃത്വം കൊടുക്കണം. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ പിന്നെ ഇവിടെ ആളില്ലാതെയായി പോകും, നിങ്ങൾ ഇവിടെ നിന്നോളൂ, നിങ്ങൾക്ക് വരാൻ സാഹചര്യവും സൗകര്യവും ഒക്കുമ്പോൾ നിങ്ങൾ വന്നാൽ മതി. നേരെ അജ്മീറിലേക്ക് എത്തി. അജ്മീറിലെത്തിയിട്ട് രാത്രി സമയമാണ്. വിശാലമായൊരു മൈതാനം കണ്ടു. ആ മൈതാനത്ത് അവിടെ ഒരു വലിയ മരം കണ്ടു. ആ മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ പോയി ഖാജാ തങ്ങളും ശിഷ്യന്മാരും അവിടെ പോയി താമസിച്ചു. രാത്രി നേരം കുറച്ചായപ്പോൾ രാജാവിൻ്റെ പരിവാരങ്ങൾ വന്നിട്ട് പറഞ്ഞു, ആരാ അവിടെ താമസിക്കണേ? ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ താമസിക്കാൻ പറ്റൂല, ഇത് രാജാവിൻ്റെ ഒട്ടകങ്ങളെ കെട്ടിയിടുന്ന സ്ഥലമാണ്, ഇവിടെ താമസിക്കാൻ പറ്റില്ല, ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അല്ല, ഇന്ന് രാത്രി ഒന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല, പോകണം. അപ്പോൾ ഖാജാ തങ്ങൾ നിന്നാ ഒട്ടകം ഇവിടെ കടന്നോട്ടെ, നമ്മൾ പോകാമെന്ന് പറഞ്ഞു. ഒട്ടകം ഇവിടെ കടന്നോട്ടെ, നമ്മൾ പോവുക. അങ്ങനെ പോയി. പിന്നെ നേരെ പോയി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അനാസാഗർ തടാകം കണ്ടു. അതിൻ്റെ തീരത്ത് അവിടെ വിശ്രമിക്കാലോ, അവിടെ വിശ്രമിച്ചു. അനാസാഗർ തടാകത്തിൻ്റെ അവിടെ തീരത്ത് അവിടെ രാത്രി വിശ്രമിച്ചു. അങ്ങനെ രാവിലെ ആയപ്പോൾ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഖാജാതങ്ങളും ശിഷ്യന്മാരും ഉളു കൊടുക്കാൻ ഇറങ്ങി. നിസ്കാരം നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ നിസ്കരിച്ച സ്ഥലം ഒരു ചെറിയ പള്ളിയായിട്ട് ഇപ്പോഴും അവിടെ രൂപപ്പെടുത്തപ്പെട്ടതായി കാണാൻ കഴിയും. അനാസാഗറിനോട് അടുത്ത് തന്നെ ചെറിയൊരു പള്ളിയുണ്ട്, നിസ്കരിക്കുന്ന പള്ളി. ഖാജാതങ്ങൾ കുറേ സമയം നിസ്കരിച്ച, കുറേ ദിവസങ്ങൾ തങ്ങിയ ഒരു സ്ഥലമാണ് അവിടെ. അവിടെ നിസ്കരിച്ചു. അതിൽ നിന്ന് ശിഷ്യന്മാർ കുളിച്ചു, ഉളു കൊടുത്തു. അപ്പോഴേക്ക് കുറേ ആൾക്കാർ ദേഷ്യപ്പെട്ട് ഒച്ചപ്പാടുണ്ടാക്കി വന്നു. കാരണം അന്ന് അയിത്തം നിലനിൽക്കുന്ന കാലമാണ്. ഞങ്ങളെ വെള്ളത്തിൽ തൊടാൻ പാടില്ല, നിങ്ങളവിടെ ആരാ ഞങ്ങളെ വെള്ളത്തിൽ തൊടാൻ പറഞ്ഞു, കുളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ ഖാജാ തങ്ങൾ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അങ്ങനെ ഒരു സ്വഭാവം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടല്ലേ, എല്ലാവർക്കും വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല, ഒരു കൂട്ടർക്ക് മാത്രമേ വെള്ളം പറ്റുള്ളൂ. അതൊരു സങ്കുചിത മനോഭാവമാണല്ലോ. നമ്മളെ കാഴ്ചപ്പാടെങ്ങനെ? വെള്ളം എല്ലാവർക്കും ഉപയോഗിക്കാം, അങ്ങനല്ലേ? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെങ്ങനെ? വെള്ളം എല്ലാവർക്കും ഉപയോഗിക്കാം, അസ്പൃശ്യതൊന്നുമില്ല. എൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾ ഏത് മതക്കാരനാണെങ്കിലും എൻ്റെ വീട്ടിലെ വെള്ളം അയാൾക്ക് ഉപയോഗിക്കാം, തടയാൻ പറ്റൂല. എങ്ങനെ തടയുന്നത്? തടയാനൊരു മാർഗമില്ല. തടഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാ, തടയാൻ പാടില്ല.
സലാസത്തുൻ ലാ യഹില്ലു മൻഉഹാ, 3 വിഷയങ്ങൾ ആർക്കും തടയാൻ പാടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ തങ്ങൾ ആദ്യം എണ്ണി പറഞ്ഞു അൽ മാ, വെള്ളം. അതെല്ലാവർക്കും ഉള്ളതാണ്, അത് തടയാൻ പാടില്ല. അതൊരു വിഭാഗത്തിന് മാത്രമോ അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം അങ്ങനെ തത്വം ഇസ്ലാമിലില്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഇവർ തടഞ്ഞപ്പോൾ ഖാജാ തങ്ങൾ പറഞ്ഞു ജാ അൽ ഹഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖാ. ഖാജാ തങ്ങൾ ഒരു പാത്രം കൊണ്ട് എടുത്തിട്ട് ഖാദിമിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് ആ അരുവിയിൽ നിന്ന് തടാകത്തിൽ നിന്ന് നിറച്ചും വെള്ളം മുക്കിയിട്ട് ഇങ്ങോട്ട് പോര്. യാ ബുദ്ദൂഹ് യാ ബുദ്ദൂഹ് എന്ന് നീ അങ്ങ് ചൊല്ലിക്കോ, പേടിക്കൊന്നും വേണ്ട. വെള്ളം ആരാ എടുക്കുന്നത് കാണട്ടെ എന്നൊക്കെ നോക്കി മുദ്രാവാക്യം കുറിച്ച് പലരും വന്നിട്ടുണ്ട് അവിടെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട്. ഖാദിം അതും കൊണ്ട് പോയി ദിക്റും ചൊല്ലിയിട്ട് ഒരു പാട്ട വെള്ളം കൊണ്ട് കോരി പോന്നു. സുബ്ഹാനല്ലാഹ്, പാത്രം ആ പാത്രത്തിലേക്ക് തടാകത്തിലെ വെള്ളം ഒന്നായിട്ട് ഒരുമിച്ച് കൂടിയതുപോലെ വെള്ളം തായോട്ട് ഇങ്ങനെ വറ്റി 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 തായോട്ട് പോവുകയാണ്. എന്തിനാ ഇത്? എന്തിനാ ഇപ്പം ഈ സിദ്ധാന്തം കാണിച്ചു കൊടുക്കുന്നത്? ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റാത്ത വെള്ളം എന്നാ നിങ്ങൾ കുടിക്കണ്ട. നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? ഞങ്ങൾക്കും കുടിക്കാൻ പറ്റും. ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? നിങ്ങൾക്കും കുടിക്കാൻ പറ്റും. ഞങ്ങൾക്ക് മാത്രം കുടിക്കാൻ പറ്റില്ല എന്നാ ഞങ്ങൾ കുടിക്കണ്ട. ഒരു പാത്രം വെള്ളം കൊണ്ട് കോരി, വെള്ളം വറ്റിയാൽ കുടുങ്ങിയില്ലേ? 10,000-10,000 ആളുകൾ ആശ്രയിച്ച് ജീവിക്കുന്നൊരു തടാകമാണ്. ആളുകളൊക്കെ വല്ലാതെ ബേജാറായി, പലരും കരയാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി കളിച്ചത് തീക്കളിയാണ്, ശരിയായില്ലാന്ന്. അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ ഉപയോഗിച്ചോളൂ, വെള്ളം ഉപയോഗിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഖാജാ തങ്ങൾ പറഞ്ഞു ആ പാട്ടയിലെ വെള്ളം, പാത്രത്തിലെ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയി ഒഴുക്കണം. അങ്ങോട്ട് കൊണ്ടുപോയി ഒഴുക്കി. സുബ്ഹാനല്ലാഹ്, ആ വെള്ളം അതേ രൂപത്തിൽ തന്നെ ഇന്നും നമുക്ക് കാണാൻ കഴിയും. മനാസാഗർ തടാകത്തിൽ ഒരു കുറവില്ലാത്ത രൂപത്തിൽ ആളുകളൊക്കെ ഉപയോഗിക്കുന്നൊരു പ്രശ്നവുമില്ല. വറ്റി വരണ്ടു പോയ വെള്ളം അങ്ങനെ മേലോട്ട് ഉയർന്നു വന്നു. നദികൾക്കങ്ങനെ പല മാറ്റങ്ങളും പല രൂപങ്ങളും പല ഭാവങ്ങളും സംഭവിച്ചിട്ടുണ്ട്. മഹാന്മാര് പല കാലത്തും അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒഴുകാത്ത നൈൽ നദിയെ കത്തെഴുതിയിട്ട് ഒടുക്കിയ മഹാനാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. നൈൽ നദിക്കാണ് കത്തയച്ചത് മക്കത്തുനിന്ന്, മദീനത്തുനിന്ന്. മിൻ ഉമർ ബിൽ ഖത്താബ് ഇലാ നെഹ്റിൻ നീൽ, നൈൽ നദിയിലേക്ക് ഫ്രം അഡ്രസ് ടു അഡ്രസ് ഒക്കെ വെച്ചൊരു നൈൽ നദിയിലേക്ക് ഒരു കത്ത്. കത്തിൻ്റെ ഉള്ളിൽ അയ്യുഹൻ നീൽ, ഓ നൈൽ നദി, ഇൻ കുന്ത തജ്രി ബി അംദിക ഇൻ കുന്ത തജ്രി ബി ഖുദ്റതിക, നിന്റെ സ്വന്തം കഴിവ് കൊണ്ടാ നീ ചലിക്കുന്നതെങ്കിൽ ഫലാ തജ്രി, നീ ചലിക്കണ്ട, നീ ചലിച്ചോളന്നില്ല, നീ ഒഴുകണ്ട. വൈൻ കുന്ത തജ്രി ബി അംദില്ലാഹി വഖദ്രിഹി, അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരവും നിയന്ത്രണപ്രകാരമാണോ ചലിക്കുന്നത് ഒഴുകുന്നത്, എന്നാ നീ ഒഴുകിക്കോളണം. ഇത് പറയാൻ ഞാൻ ആരാന്നല്ലേ? വാന ഖലീഫത്തുല്ലാഹി ഫിൽ അർള്, ഭൂമിയിൽ അള്ളാഹിൻ്റെ ഖലീഫയാണ്. എനിക്ക് ഭൂമി മൊത്തമാണ് അള്ളാഹു തആല ഖിലാഫത്ത് ഏൽപ്പിച്ചത്, അതിൽപ്പെട്ടൊരു സാധനമാണ് നീ. മക്ക മാത്രല്ല, വാന ഖലീഫത്തുല്ലാഹി ഫിൽ അർള്, ഞാൻ ഭൂമിയിൽ അള്ളാഹിൻ്റെ ഖലീഫയാണ്. ഭൂമിയിൽപ്പെട്ട ഒരു പ്രതലം തന്നെയല്ലേ നൈലും. അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടോളണം. ജനങ്ങളോട് ഞാൻ പറയുമ്പോൾ ജനങ്ങൾ കേൾക്കുന്നത് പോലെ, ജിന്നുകൾ കേൾക്കുന്നത് പോലെ, ശൈത്താന്മാർ കേൾക്കുന്നത് പോലെ, മനുഷ്യന്മാർ കേൾക്കുന്നത് പോലെ, നീയും അല്ലാഹുവിൻ്റെ ഒരു സൃഷ്ടിയല്ലേ, നീയും കേൾക്കണം, നീ അങ്ങൊടുക്കണം. അംർ ബിൻ ആസ് തങ്ങൾ ഈ കത്തല്ലേ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തത്? ഈ നിർദ്ദേശം എഴുതിയ കടലാസല്ലേ നൈൽ നദിയിലേക്ക് ഇട്ടത്? ഇന്നും പോയി നോക്കൂ, നൈലിൻ്റെ ഒടുക്കത്തിന് വല്ല കുഴപ്പമുണ്ടോ? അംർ ബിൻ ആസ് തങ്ങൾ അവിടെ ഭരിക്കുന്ന കാലത്ത്, ഗവർണറായിരിക്കുന്ന കാലത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു വിഷയമാണ്. വർഷത്തിൽ ഒരു സമയമാകുമ്പോൾ നൈലിൻ്റെ ഒഴുക്ക് നിലക്കുന്നു. താഴ്ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾക്കൊന്നും വെള്ളം കിട്ടാതെ വലിയ പ്രയാസം വരുമ്പോൾ ഒരു മധുര 17കാരിയെ എല്ലാ സ്വർണവും എല്ലാം നൽകിയിട്ട്, നല്ല വസ്ത്രങ്ങളൊക്കെ നൽകിയിട്ട് നൈലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തുന്നു. ശൈത്താൻ വന്നിട്ട് ആ പെണ്ണിൻ്റെ ശരീരം കവർന്നു പോകുന്നു. പിന്നെ ആ പെണ്ണിനെ കിട്ടൂല, ആ പെണ്ണ് കഴിഞ്ഞു. ഇങ്ങനെ ഒരു സംഭാവന, ഒരു ഹദിയ, ഒരു മനുഷ്യ ബലി നൽകിയിട്ട് അത് പാടില്ല. ഇസ്ലാമിൽ ഒരിക്കലും അതിന് അംഗീകരിക്കൂല. ഞാൻ ഖലീഫക്കൊന്ന് കത്ത് ചെയ്തിട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഖലീഫൻ്റെ മറുപടിയാണ്, എൻ്റെ ഈ കത്ത് നൈലിന് പോസ്റ്റ് ചെയ്യണം. നൈൽ അങ്ങോട്ട് ഒഴുകും. നൈലൊഴുകി. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ അനാസാഗർ തടാകത്തിൽ വെള്ളം പൊങ്ങി വന്നത്? കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ, നേരത്തെ ഇവിടെ കിടക്കണ്ട, അവിടുന്ന് പോകണമെന്ന് പറഞ്ഞ ആളില്ലേ, അയാൾ ഇവിടെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഖാജാ തങ്ങൾ പറഞ്ഞില്ലേ ഒട്ടകം അവിടെ കിടക്കട്ടെ. രാവിലെ പോയി നോക്കുമ്പോൾ ഒട്ടകം കിടക്കുകയാണ്, എഴുന്നേൽക്കില്ല.
ഒട്ടകങ്ങളൊക്കെ കിടക്കാണ്. കാരണം ഹാജാത്തങ്ങൾ അങ്ങനെ പറഞ്ഞു, ഒട്ടകം കിടക്കട്ടെ എന്ന്. ഒട്ടകം കിടക്കാണ്, ഒട്ടകം എഴുന്നേൽക്കണില്ല, ഒട്ടകം ഇരിക്കണില്ല. പടച്ചോനെ, ഞാൻ ഇന്നലെ ഇവിടെ താമസിച്ച ആൾക്കാരോട് താമസിക്കണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒട്ടകം കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ കിടത്തം കിടന്നതാണ്. അങ്ങോട്ടും അനക്കല്ല ഇങ്ങോട്ടും അനക്കല്ല. ഉന്തി നോക്കുമ്പോൾ ജീവനുണ്ട്, മരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇതൊന്നും എണീറ്റ് കിട്ടണ്ടേ? ഒട്ടകങ്ങളൊക്കെ ആവശ്യത്തിനുള്ളതല്ലേ? നേരെ വന്ന് ഖാജാ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ നിങ്ങളോട് അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞു, എന്നോട് മാപ്പാക്കണം. എൻ്റെ ഒട്ടകങ്ങളൊന്നും അനങ്ങുന്നില്ല, ഒരേ കിടത്തം കിടക്കാണ്. കിടക്കട്ടെ എന്ന് പറഞ്ഞേ, കിടക്കട്ടെ എന്ന് തന്നെ. അങ്ങനല്ലേ അല്ലാഹു തആലാന്റെ മഹബൂബിങ്ങളായ ആളുകൾ? അങ്ങനല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവർ പറഞ്ഞ ആ പറയും പോലെ അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനല്ലേ അല്ലാഹു ഖുദ്സിയ ഹദീസിലൂടെ പഠിപ്പിച്ചത്? വലൈൻ സഅലനി ലഉതിയന്നഹു വലൈൻ ഇസ്തആദനി ലഉഇദന്നഹു. എന്താണോ എന്നോട് ചോദിക്കുന്നത് ഞാനതാണ് കൊടുക്കും. ഒട്ടകം കിടക്കട്ടെ കിടന്നു, ഇനി എണീക്കട്ടെ അറിയുമ്പോൾ എണീക്കും. അതുകൊണ്ട് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം, ഞാൻ ഇന്നലെ പറഞ്ഞേ ശരിയായില്ല എന്നയാൾ വന്ന് മാപ്പ് പറഞ്ഞപ്പോൾ അവരെ മനസ്സിൽ വരുന്ന റഹ്മത്ത് ആലോചിക്കണം. അവർ വാശിയുള്ള ആൾക്കാരല്ല. ഹാജാത്തങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളവിടെ കിടത്തി ഉറക്കാതെ പറഞ്ഞേച്ചല്ലേ, നിന്റെ ഒട്ടകം കുറച്ചുകൂടി ദിവസമാണ് നിൽക്കട്ടെ. ഇല്ലല്ലല്ല, ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ തൊഴിലല്ലേ പോകുന്നത്. ആരും തൊഴിൽ പോകാൻ പാടില്ല, ആരെയും പണി എന്നെ കൊണ്ട് പോകാൻ പാടില്ല. ഈ മനുഷ്യൻ്റെ പണി പോകൂലേ? രാജാവ് ചീത്ത പറയില്ലേ, പിരിച്ചുവിടൂലേ, ജീവിതമാർഗം അടഞ്ഞു പോകൂലേ? നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങളെ ഒട്ടകം എണീച്ചോട്ടെ, എണീക്കാൻ വേണ്ടി പറയൂ, ഒട്ടകം എഴുന്നേറ്റോട്ടെ, കുഴപ്പമൊന്നുമില്ല. ആ ചെറുപ്പക്കാരൻ പോയി, ഒട്ടകം അതാ എഴുന്നേൽക്കുന്നു, ഒരു പ്രശ്നവുമില്ല. പിന്നെ പലരും ഖാജാത്തങ്ങളോട് എതിർക്കാൻ ആളുകൾക്ക് പേടിയായി പോയി. പക്ഷേ ചില ആളുകളുടെ മനസ്സിലൊക്കെ ഖാജാത്തങ്ങളോടും പരിവാരത്തോടും ദേഷ്യമുണ്ട്, വിദ്വേഷമുണ്ട്, പലരുമുണ്ട്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖാജാത്തങ്ങളെ അടുത്തേക്ക്, ഖാജാത്തങ്ങളെ എതിർക്കാൻ വേണ്ടി, നാട്ടിൽ നിന്ന് ഖാജാത്തങ്ങളെയും മറ്റുമൊക്കെ പുറപ്പെടുവിക്കാൻ വേണ്ടി ഒരു സംഘം ആളുകൾ രഹസ്യയോഗം നടത്തി. ഖാജാത്തങ്ങളെയും വന്ന ആളുകളെയും ഇപ്പൊ കെട്ടുകെട്ടിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണേണ്ടി വരും, ഒരുപാട് മാർഗങ്ങൾ നമ്മൾ എതിർക്കേണ്ടി വരും. നമ്മളും നമ്മളെ ആളുകളൊക്കെ ആ വഴിക്ക് പോകുമോ എന്നൊക്കെ പേടി പലർക്കും. അപ്പൊ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി, ഇവരെ ആട്ടിയോടിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ അങ്ങനെ ഒരുങ്ങി വന്നപ്പോ ഖാജാത്തങ്ങൾ അടുത്തേക്ക് അവരെത്താൻ നേരത്ത് ബഹുമാനപ്പെട്ട ഖാജാത്തങ്ങൾ ഒരു പിടി മണ്ണ് വാരി ഒരൊറ്റ ആയത്തുൽ കുർസി അങ്ങ് ഓതി. എന്തൊരു ബഹുമാനമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും ഓതാൻ വേണ്ടി പഠിപ്പിച്ച ആയത്താണ് എന്ത് ആയത്തുൽ കുർസി. വീട്ടിൽ നല്ല ബറക്കത്തുണ്ടാകാൻ ഓതൂലേ? പിന്നെ വെറുതെ പറഞ്ഞാൽ അതൊക്കെ എന്നാ പിന്നെ നിർത്തുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വീട്ടിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോഴും വീട്ടിൽ നിന്ന് നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോഴും ഒരായത്തുൽ കുർസി. 1 മിനിറ്റ് ഒന്നാവില്ലല്ലോ, കുറഞ്ഞ നേരല്ലേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മളതിന് സഹായിക്കുമാറാകട്ടെ. വലിയ പോരിശയാക്കപ്പെട്ട ആയത്തല്ലേ. ഒരായത്തുൽ കുർസി അങ്ങ് ഓതിയിട്ട് മഹാനവറുകൾ ഒരൊറ്റ ഏറം കറിഞ്ഞു, ഒരു പിടി മണ്ണ് വാരിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഈ മണൽ പോയി കണ്ണിലും കാതിലും മൂക്കിലൊക്കെ ആയ ആൾക്കാരൊക്കെ നിന്നിട്ടിങ്ങനെ പരിഭ്രമിക്കാൻ തുടങ്ങി. അനങ്ങാൻ കഴിയാതെ സ്റ്റക്കായിപ്പോയി. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നും പറയാൻ കഴിയുന്നില്ല. അവരെന്തിനാ വന്നത്? ഹാജാത്തങ്ങളെയും ശിഷ്യന്മാരെയും ഇവിടെ നിന്ന് ആട്ടിയോടിക്കാൻ വേണ്ടി വന്നതാണ്. അവർ ബേജാറായി, പരിഭ്രമിച്ചു. അവരെ വിഷമം കണ്ടപ്പോൾ ഹാജാത്തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വന്ന വഴിക്ക് തിരിച്ചു പോയിക്കോളൂ, ഇങ്ങോട്ട് വരണ്ട. അവർ തിരിച്ചുപോയി. അവർ ഈ വിഷയങ്ങളൊക്കെ പോയിട്ട് ആ നാട്ടിലുള്ള വലിയ സിഹിറിൽ വലിയ കഴിവുള്ളൊരു മനുഷ്യനുണ്ട്, ഷാദി ദേവ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. വളരെ പഠിച്ച സിഹിറുകാരനാണ്. അയാളോട് പോയിട്ട് പറഞ്ഞു, ഇങ്ങനൊരു വിഷയമുണ്ട് നാട്ടിൽ, ഒരു വലിയ മഹാനും ശിഷ്യന്മാരും വന്നിട്ടുണ്ട്. നേരത്തെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അനാസാഗറിൻ്റെ സംഭവവും ഒട്ടകങ്ങളൊക്കെ ചെരിഞ്ഞു കിടന്ന സംഭവം പറഞ്ഞു കൊടുത്തപ്പോൾ ഷാദി ദേവ് പറഞ്ഞു, നിങ്ങൾ വിഷയമാക്കണ്ട, ഞാൻ അതിനുള്ള എല്ലാ അടവുകളും പറ്റിയിട്ട് അങ്ങോട്ട് വരാം. നല്ല നിപുണന്മാരായ സിഹിറുകാരെയും ജാലവിദ്യക്കാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഷെയ്ഖ് ഖാജാ തങ്ങളും മറ്റുമൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് വലിയൊരു സംഘമായിട്ട് അവർ വന്നപ്പോൾ ഖാജാ തങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ലാ തഖാഫു ഇന്നല്ലാഹ മഅനാ. നിങ്ങൾ
പേടിക്കണ്ട, അള്ളാഹുവിൻ്റെ സഹായമുണ്ട്, അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ട്, ഒന്നും പേടിക്കണ്ട, ആരും ബേജാറാകണ്ട. വലയുഫ്ലിഹ സാഹിറു, സിഹ്റുകാരനല്ലേ, സിഹ്റേറ്റല്ലേ വരുന്നത്, അയാൾ ജയിക്കൂല. ഖുർആൻ എങ്ങനെ പറഞ്ഞു? വലായുഫ്ലിഹു സാഹിറു ഹൈസു അതാ. അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചില്ല, സിഹ്റുകാരൻ ഏത് രൂപത്തിൽ വന്നാലും ശരി ജയിക്കൂല, ജയിക്കൂല. അങ്ങനെ ജയിക്കണമെങ്കിൽ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഏറ്റുമുട്ടിയ സിഹ്റുകാർ ജയിക്കണ്ടേ? എല്ലാ തന്ത്രങ്ങളും അറിയുന്ന സിഹ്റുകാരാണ് അവർ. നല്ല 18 അടവും പാറ്റാൻ പറ്റുന്ന ആൾക്കാരാണ് അവർ. അവരെ മുന്നിൽ ഇനി മൂസാ നബി അലൈഹിസ്സലാം അനങ്ങൂല എന്നൊക്കെയാണ് ഫിറൗന്റെ തീരുമാനം ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഒരു നിലക്കും ജയം കിട്ടിയോ? ജയം കിട്ടിയില്ല. അതേ രൂപത്തിലുള്ള 18 അടവും പാറ്റുന്ന ഒരു സിഹ്റുകാരനും അയാളെ കൂടെയുള്ള ആൾക്കാരൊക്കെ വന്നു. അവരിങ്ങനെ വന്ന് ഹാജാത്തങ്ങൾ കാണുന്ന സ്ഥലത്ത് ഇപ്പോൾ ഹാജ അവരിലേക്ക് ഒരൊറ്റ നോട്ടം ഇങ്ങനെ നോക്കി, ഒരൊറ്റ നോട്ടം, ഒരു നോട്ടം നോക്കിയപ്പോഴേക്ക് ഇയാളെ മനസ്സാകെ മാറിപ്പോയി. അയാളെ കൂടെയുള്ള ശൈത്താന്മാരും ദുഷിച്ച ആത്മാക്കളും മറ്റുമൊക്കെ വേർപിരിഞ്ഞു. ശൈത്താന്മാരും മറ്റും വേർപിരിഞ്ഞാൽ പിന്നെ ഇതിന് ഊക്കിട്ടൂല. ഈ ജാലവിദ്യക്ക്, ഈ സിഹിറിന് മുന്നോട്ട് നിൽക്കൂല, അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇയാളാകെ ബേജാറായി. കൂടുതലുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു, ആരും സിഹിർ ചെയ്യണ്ട, ആരും ഒരു പണി ഒപ്പിക്കണ്ട, കാരണം പണി ഒപ്പിച്ചിട്ട് നടക്കൂല, മുന്നോട്ട് പോകൂല, ഒന്നിനും കഴിയൂല. അവർ പരിഭ്രമിച്ചു. അവരതാ കൂടുള്ള ശിഷ്യന്മാർ ഈ മനുഷ്യനെ കല്ലെറിയാൻ തുടങ്ങി. ഞങ്ങളെ സിഹിറിന് വേണ്ടി 18 അടവും പയപ്പിച്ച് ഇവിടെ വന്നിട്ട് ഒരൊറ്റ നോട്ടം നോക്കിയപ്പോഴേക്ക് നിങ്ങൾ ആ നോട്ടത്തിൽ കുടുങ്ങിയോ? എല്ലാവരും കൂടി ഇയാളെ ആക്ഷേപിക്കുന്നു, കല്ലെറിയുന്നു, മണലുവാരി എറിയുന്നു. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ ഇങ്ങനെ ഏറുകൊള്ളുന്നത് ഷേഖ് ഇപ്പുറത്തുനിന്ന് കണ്ടപ്പോ, ഷേഖ് അവർകൾ ഒരു പാത്രത്തിൽ ഏറുകൊള്ളുന്ന മനുഷ്യനല്ലേ, ശിഷ്യന്റെ കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്തയച്ചു. ആ മനുഷ്യനോട് കുടിക്കാൻ പറയൂന്ന് പറഞ്ഞു. കുടിച്ചു. ആ വെള്ളം കുടിച്ച ശേഷം ഷേഖ് അവർകളുടെ ഹാജാത്തങ്ങളടുത്തേക്ക് ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മാപ്പാക്കണം, എന്നെ പലരും പ്രേരിപ്പിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്, എന്നെ നിങ്ങൾ അനുഗ്രഹിക്കണം. ഹാജാത്തങ്ങൾ ആ മനുഷ്യനെ അനുഗ്രഹിച്ചു, സന്തോഷിപ്പിച്ചു, ഉപദേശങ്ങൾ നൽകി. നിങ്ങളെനിക്ക് ദീനിനെ പറ്റി പഠിപ്പിച്ചു തരണം. ദീന് പഠിപ്പിച്ചു കൊടുത്തു. ഷഹാദത്ത് കലിമ ചൊല്ലി ഷാദി ദേവ് എന്ന പേര് മാറ്റിയിട്ട് നല്ല സഅദി എന്ന പേര് സ്വീകരിച്ചു. വിജയിച്ച ആള് എന്ന അർത്ഥത്തിലുള്ള പേരാണ് ഹാജാതങ്ങൾ ഇട്ടുകൊടുത്തത്. ഈ സംഭവം നാട്ടിൽ പല ഭാഗത്തും പ്രസിദ്ധിയാർജിച്ചപ്പോൾ കുറെ സിഹിർ ചെയ്യുന്ന ആളുകളൊക്കെ പല ഭാഗത്തേക്കും ഓടിപ്പോയി. നേരത്തെ പറയുന്ന ഭരണാധികാരിയുടെ അടുത്ത് ഈ സംഭവത്തിന്റെ ഗൗരവം എത്തുന്നത് ഇപ്പോഴാണ്. ഹാജാതങ്ങൾ വന്ന ഉടനെ എത്തിയിട്ടില്ല. നേരത്തെ 2 സംഭവങ്ങൾ നടന്നപ്പോഴും എത്തിയിട്ടില്ല. ഈ ഒരു സംഭവത്തോടുകൂടെ പൃഥ്വിരാജിന്റെ സമീപത്തേക്ക് വിഷയമെത്തി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, നേരത്തെ ജ്യോത്സ്യന്മാര് മുന്നറിയിപ്പ് നൽകിയിരുന്ന ആ മഹാനാണ് ഈ വന്നിരിക്കുന്നത്. ശരിയാണ്, അവര് പറഞ്ഞ രൂപഭാവങ്ങൾ മുഴുവനും ശിഷ്യന്മാരുടെ വിശേഷണങ്ങളൊക്കെ ഈ മനുഷ്യനിലുണ്ടല്ലോ. പൃഥ്വിരാജ് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, ഞാനതിന് പറ്റുന്ന ആളുകളുണ്ടോയെന്ന് നോക്കട്ടെ. എതിർക്കാൻ പറ്റിയ ആളുകളെ എവിടെന്നെങ്കിലും കണ്ടെത്തണം. അങ്ങനെ ആ നാട്ടിൽ ഏറ്റവും പേരും പ്രശസ്തിയുമുള്ള ആളുണ്ട്. ജയ്ഫാൽ ജൂക്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വലിയ 18 അടവും അറിയുന്ന വലിയ സിഹിറുകാരനാണ്. ഇപ്പൊ വന്ന ഷാദീദേവിനെക്കാളും വലിയ സിഹിറുകാരനാണ്. മരുഭൂമിയിലും കാടൻ പ്രദേശങ്ങളിലുമാണ് ആ മനുഷ്യൻ താമസിച്ചിരുന്നത്. നാട്ടിൽ പ്രദേശങ്ങളിൽ താമസിക്കാറില്ല. ജനങ്ങളിൽ നിന്ന് അകന്ന് മരുഭൂമിയിലും കാടൻ പ്രദേശങ്ങളിലും താമസിച്ചിരുന്ന ഈ മനുഷ്യനെ കൊണ്ടുവന്നു. ആ മനുഷ്യനോട് രാജാവ് വരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ശിഷ്യഗണങ്ങളുമായി വന്നു. ഷാദീദേവിന് സംഭവിച്ച വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പരിഭ്രമിച്ചുപോയി. അയാൾ നല്ല സിഹിറുകാരനായിരുന്നു, പക്ഷെ അയാൾ മാറിപ്പോയി. അയാൾ ഹാജാത്തങ്ങളെ ശിഷ്യനായി മാറിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കരുത്. ഇല്ല, എനിക്കങ്ങനെ സംഭവിക്കുകയില്ല. ശിഷ്യന്മാരെ കൂട്ടിയിട്ട് ജയ്ഫാൽ എന്ന് പറയുന്ന മനുഷ്യൻ ശിഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഹാജാത്തങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് വരാൻ വേണ്ടിയുള്ള
വലിയ വലിയ ശ്രമങ്ങളൊക്കെ നടത്തുന്നു. എതിർക്കപ്പെടാതെ അങ്ങോട്ടെത്തണം. എന്നിട്ട് അവിടെ വെച്ച് സിഹർ കാണിച്ചിട്ട് തോൽപ്പിക്കണം. ആദ്യം ഭയപ്പെടുത്തണം, പിന്നെ ഓടിക്കണം. അവർ വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ വലിയൊരു വൃത്തം വരച്ചു കൊടുത്തു. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ വൃത്തത്തിന്റെ ഉള്ളിൽ നിങ്ങൾ നിൽക്കണം, പുറത്തേക്ക് പോകരുത്. അങ്ങനെ വൃത്തം വരക്കുന്ന സ്വഭാവമൊക്കെ ഇസ്ലാമിലുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകൾക്ക് ക്ലാസ് എടുക്കാൻ പോയി രാത്രി. അപ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും പോരാന്ന്. തങ്ങളെ കൂടെ ഒരു ഖാദിമായിട്ട് പലപ്പോഴും ഉണ്ടാകുന്ന സ്വഹാബിയാണല്ലോ, ഒരു കൊള്ളി പോലത്തെ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഞാനും പോരാ നബിയെ എന്ന് പറഞ്ഞു. ഞങ്ങളും പോന്നോളി എന്ന് പറഞ്ഞു. അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വൃത്തം വരച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ മാറിപ്പോകരുതേ, ഇവിടെ നിൽക്കണം, ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തങ്ങൾ ഉള്ളിലേക്ക് പോയി. ജിന്നുകൾക്ക് ഖുർആൻ ഓതിക്കൊടുത്തു. അവരാ ഖുർആൻ കേട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. അല്ലാഹു തആല സൂറത്തുൽ ജിന്നിലൂടെ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇന്നാ സമീനാ ഖുർആനൻ അജബാ. ഖുർആൻ കേട്ട് അവർ സ്വീകരിച്ചു. തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ജിന്നുകൾ വ്യത്യസ്ത കോലത്തിൽ ഇങ്ങനെ പോരുന്നുണ്ട്. ഒന്ന് സിംഹമായിട്ടും, ഒന്ന് ആനയായിട്ടും, ഒന്ന് പാമ്പായിട്ടും ഇങ്ങനെ പോരുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ തട്ടിയിട്ട് ചോദിച്ചു, എന്താ നബി? ആകെ പേടിച്ചു പോയി. അവരെന്തെങ്കിലും ചെയ്തോ? ഇല്ല, അവരെ കണ്ടിട്ട് തന്നെ ഞാൻ പേടിച്ചോ. ഇതൊക്കെ ജിന്നുകൾ എന്തെല്ലാം കോലത്തിലാണ് നബിയെ പോണത്. ആദ്യം ഒന്ന് പോകുന്നത് സിംഹമായിട്ട്, പിന്നൊന്ന് നരിയായിട്ട്, പിന്നെ കാട്ടുപോത്തായിട്ട്, എന്തൊക്കെയാണ് രൂപ, ഏതെല്ലാം രൂപ പോകുന്നത്. അവരെന്തെങ്കിലും ചെയ്തോ നിങ്ങളെ? ഇല്ലല്ല, ഞാൻ ഈ വൃത്തത്തിൻ്റെ ഉള്ളിലാ. നിങ്ങൾ ഈ വൃത്തത്തിൻ്റെ പുറത്താണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാന്തിയിട്ടുണ്ടാവും. അവർ തൊടാതിരിക്കാനാണ് വൃത്തം വരച്ചിട്ട് ഉള്ളിൽ നിൽക്കാൻ പറഞ്ഞത്. അതൊരു കാവലാണ്. ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഖാജാ തങ്ങൾ ശിഷ്യന്മാർക്കൊരു വൃത്തം വരച്ചിട്ട് പറഞ്ഞതിൻ്റെ ഉള്ളിൽ നിൽക്കണം. ആരും അനങ്ങിപ്പോകാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങരുത്, ഒന്നും പേടിക്കും വേണ്ട. മറ്റേ ആൾ വന്നു, ജയ്ഫാൽ വന്നു. സുബ്ഹാനല്ലാഹ്, ജയ്ഫാൽ വന്നിട്ട് അയാളെ സിഹറിനുള്ള വലിയ വലിയ പാമ്പുകളെയും തേളുകളെയും വലിയ വലിയ അഗ്നികളൊക്കെ അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ തൊടുത്ത് വിടുകയാണ്. എങ്ങോട്ടാണ് വിടുന്നത്? ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകളുടേക്ക്. പക്ഷെ വൃത്തത്തിൻ്റെ അടുത്തെത്തുമ്പോൾ, ആ വരച്ച് വെച്ച വരയുടെ അടുത്തെത്തുമ്പോൾ പാമ്പ് ഡൗൺ ആകുന്നു, തേളും മറുകയാ, തീ കെട്ടുപോകുന്നു, ഒന്നും ഫലിക്കണില്ല. അപ്പം ജയ്ഫാൽ ഇങ്ങനെ നോക്കി, എന്താ പഠിച്ചോനേത്? അപ്പുറത്തു നിന്നൊരു തീ ഇങ്ങനെ അങ്ങോട്ട് അയക്കാണ്. അപ്പം ആ തീ ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾ, പഠിച്ചോനെ തീയാണാ വരുന്നത്. പക്ഷെ അവർക്ക് ഖാജാ തങ്ങൾ നൽകിയ ധൈര്യമുണ്ട്. ആ ധൈര്യത്തിൻ്റെ ഉള്ളിലാണ് അവരുള്ളത്. ഖാജാ തങ്ങൾ മറ്റൊരു ഭാഗത്തുണ്ട്. തീ വരുന്നു, ബൗണ്ടറിയിലെത്തുമ്പോൾ തീ കെട്ടുപോകുന്നു. വലിയ വലിയ പാമ്പ് വരുന്നു, വലിയ കട്ടിയും കനമുള്ള പാമ്പുകൾ അടുത്തെത്തുന്നു, മരിച്ചു പോകുന്നു. തേളുകൾ പടഞ്ഞു പോകുന്നു. ഒന്നും നടക്കുന്നില്ല. എല്ലാം ഈ രൂപത്തിലാകുമ്പോൾ, എല്ലാം ഈ രൂപത്തിലായപ്പോൾ ശൈഖ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറഞ്ഞു, ആ മരിച്ചു കിടക്കുന്ന പാമ്പിനെയും തേളിനെയും എടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ടൊന്ന് തിരിച്ചു എറിഞ്ഞേക്കൂ. ഇനി വേണമെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് എറിയണമെങ്കിലേ തിരിച്ചെറിഞ്ഞേക്കൂ. സുബ്ഹാനല്ലാഹ്, അവരെ കയ്യിൽ പിടിച്ച് അങ്ങോട്ട് എറിയുമ്പോൾ നേരെ അപ്പുറത്ത് പോകുമ്പോൾ അവർ കാണുന്നത് എന്താണെന്നറിയോ? ഈ പാമ്പിനെ അങ്ങോട്ട് എറിയുമ്പോൾ ആ പാമ്പ് പോയി വീഴുന്ന സ്ഥലത്ത് ഒരു മരം അങ്ങോട്ട് മുളക്കാണ്. ഇവിടെ നിന്ന് ഈ ചത്ത തേളിനെ പിടിച്ച് എറിയുന്ന സ്ഥലത്ത് ഒരു തേള് വീഴുന്നിടത്തൊരു മരം മുളക്കാണ്. അവിടെയുള്ള ആൾക്കാർ അതിലും പേടിയായി പോകണം. എന്താ പഠിച്ചോനെ സംഭവം? തിരിച്ചിങ്ങോട്ട് എറിഞ്ഞ സ്ഥലത്ത് നല്ല പുഷ്കലമായ പഴങ്ങളുള്ള മരങ്ങളല്ലേ മുളക്കുന്നത്, അതും സ്പോട്ടിലല്ലേ മുളക്കുന്നത്. ഖാജാ തങ്ങളുടെ മുന്നിൽ എത്തി ഒരു നല്ല വിഷമുള്ള ഒരു തേള്. ആ തേളിനെ ഖാജാ തങ്ങൾ എടുത്തിട്ട് ഖാജാ തങ്ങൾ അതിനെ എടുത്ത് തിരിച്ചതാ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. അവിടെ അതാ നല്ലൊരു മരം മുളച്ചു. പിൽക്കാലത്ത് ആ മരത്തിൽ നിന്ന് തേളിനെ പിടിച്ചെറിഞ്ഞിട്ട് അവിടെ ഉണ്ടായ മരത്തിൽ നിന്നുള്ള ഇലകളും കൊള്ളികളും വിഷത്തിന് വേണ്ടി, വിഷം ഇറക്കാൻ വേണ്ടി മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഖാജാ തങ്ങൾ തിരിച്ചെറിഞ്ഞിട്ടുണ്ടായ മരത്തിൽ നിന്ന് ഉണ്ടായ ഇലകളും മറ്റുമൊക്കെ മുജറബായ നിലക്ക് ആളുകൾ വല്ലാതെ പരിശോധിച്ചറിഞ്ഞ രൂപത്തിലായിരുന്നു.
അപ്പുറത്തുള്ള ആളുകൾ ഈ കറാമത്തുകൾ ബഹുമാനങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ പേടിച്ചുപോയി. അവരതാ വല്ലാതെ പേടിച്ചുപോയി. അപ്പോഴാണ് അവർ ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ ഷാദിദേവിനെ കാണുന്നത്. സാദി എന്ന് പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വൃത്തത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ. വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള ആ മനുഷ്യനെ ചീത്ത പറഞ്ഞു. ജയ്ഫാലും കൂട്ടരും ചീത്ത പറഞ്ഞു. ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് അതാ മനുഷ്യൻ പറയുകയാണ്, ഇൻ കുന്ത തുരീദുൽ ഹയാത ഉഖ്റുജ് മിൻ ബിലാദിനാ, ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോയിക്കോളി, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത പല പണികളും നമ്മൾ ചെയ്യും. അപ്പോൾ ശൈഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്നിട്ട് എന്തിനാ കാത്തിരിക്കുന്നത്? നാ പണി വേഗം ചെയ്തൂടെ? കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളിങ്ങളെ തടഞ്ഞിട്ടോ കെട്ടിട്ടിട്ടോ ഒന്നുമില്ലല്ലോ, പണി വേടുത്തോളി. നമ്മൾ ആ പണിക്ക് വേണ്ടിയല്ലേ പ്രതീക്ഷ നിൽക്കുന്നത്, നിങ്ങളെ നമ്മളെ തോപ്പിക്കാനല്ലേ വന്നത്, പണിയെടുത്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ജീവിയുടെ തോലിങ്ങനെ വിരിച്ച് ആ തോലിൻ്റെ പുറത്ത് കയറിയിരുന്ന് നേരെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർന്നിട്ട് വലിയ ഗുസ്തിയും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉയർന്നപ്പോഴേക്ക് മേലോട്ടിങ്ങനെ ഉയർന്നപ്പോഴേക്ക് മുകളിലെത്തിയിട്ട് ആളുകളിലേക്ക് ആ വിദ്യ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്ക് ഷെയ്ഖ് ഖാജാ തങ്ങൾ പറഞ്ഞു, തൻ്റെ ചെരുപ്പിനോട് പറഞ്ഞു വേണ്ട പണി കൊടുക്കാൻ. ചെരുപ്പ് സ്പോട്ടിൽ അത് അങ്ങനെ ഉയർന്നു പോണ്. ഒരൊറ്റ അടി കൊടുത്തു, മറ്റേ അളവിനെ കാണാനില്ല. ചെരുപ്പ് നേരെ പൊങ്ങിപ്പോയി. ഒരൊറ്റ അടി കൊടുത്തപ്പോൾ മറ്റേ ആളെ കാണാനില്ല, മറ്റേ ആൾ വേറെ ഭാഗത്ത് പോയി വീണു. ആളുകളൊക്കെ രാജാവും കൂട്ടരും ആകെ പേടിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, എന്താണ് പോയി പണി, എന്താ ഇപ്പം ചെയ്ത്? അയാൾ ഏറ്റവും വലിയ വിദ്യയാണ് അയാൾ കാണിച്ചത്, പഠിച്ച അടവിൽ നിന്ന്. പക്ഷെ ആ അടവിന് തിരുത്തായി ഷെയ്ഖ് അവർകൾ നൽകിയത് കാലിൽ ധരിക്കുന്ന ചെരുപ്പാണ്. ഒരു ശിഷ്യനെയും അയച്ചിട്ടില്ല. ഷെയ്ഖ് അവർകൾ പൊങ്ങി മേലോട്ട് പോയിട്ടില്ല. ആ അഭ്യാസം അതോടുകൂടി അവസാനിച്ചു. ഷെയ്ഖ് അവർകൾ ആ പാവപ്പെട്ട മനുഷ്യനൊരു ഭാഗത്തേക്ക് വീണപ്പോൾ അയാൾക്ക് വേദനിച്ചിട്ടുണ്ടാകും, പരിക്കേറ്റിട്ടുണ്ടാകും. ഖാജാ തങ്ങളത് ആ ഒരു പാത്രം വെള്ളം കൊടുത്തേക്കുന്നു. വെള്ളം അദ്ദേഹം കുടിക്കുന്നു. കുടിച്ച ശേഷം ആ മനുഷ്യൻ ഷെയ്ഖ് അവറുകളുടെ ഹളറത്തിലേക്ക് വന്നിട്ട് പറയുന്നു, ഞാൻ എൻ്റെ എല്ലാ അടവും മാറ്റിപ്പോയി. ഞാൻ പഠിച്ച അടവിൽ ഏറ്റവും വലിയ അടവാണ് ഞാൻ പ്രയോഗിച്ചത്. അത് നിങ്ങളെ ചെരുപ്പ് വന്നിട്ട് എന്നെ തട്ടിയോതോടുകൂടെ എൻ്റെ കാര്യം പോയി. എനിക്ക് കാര്യം മനസ്സിലായി. ഞാനിനി നിങ്ങളെ പക്ഷത്ത് ചേരുകയാണ്. എന്നെ സ്വീകരിക്കണം, അനുഗ്രഹിക്കണം. അബ്ദുള്ള എന്ന് പേര് നൽകി ആ മനുഷ്യനെ ഷെയ്ഖ് അവർകൾ സ്വീകരിച്ചു. ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്? ആവശ്യമുള്ളത് ചോദിച്ചോളൂ, ആവശ്യമുള്ളത് അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരാം. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഉയർന്ന സ്ഥാനം വേണം. ഇതുവരെ ഞാൻ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങൾക്കും പകരം ദീനിന് വേണ്ടി ഖിദ്മത്തെടുക്കാൻ നല്ല മാർഗം എനിക്ക് തരണം. ഷെയ്ഖ് അവർകൾ പറഞ്ഞു, നിനക്ക് ആ മാർഗം തരാം, നിനക്കെല്ലാ ബഹുമാനങ്ങളും തരാം, ഒന്നും നീ പീഡിക്കേണ്ടതില്ല. നീ നല്ലോണം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. ഷെയ്ഖ് അവർകൾ ആ മനുഷ്യന് വേണ്ടിയുള്ള ബഹുമാനങ്ങളൊക്കെ കൊടുത്തു. ഖാദിമായി ജീവിക്കാൻ വലിയ വലിയ അവസരങ്ങൾ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. പിന്നീട് വിശുദ്ധ ദീനിന് വേണ്ടിയുള്ള ഒരുപാട് ഖിദ്മത്തിൽ ഈ മനുഷ്യൻ വളരെ സന്തോഷത്തോടുകൂടെ വലിയ ബഹുമാനങ്ങൾ ഷെയ്ഖ് അവർകളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വിവിധ നാടുകളിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തി. ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഖാജാ തങ്ങൾ ആ നാട്ടിൽ ജീവിക്കുന്നതിന് ആരും എതിർക്കേണ്ടതില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. അതുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, പൃഥ്വിരാജിനോട് പറഞ്ഞു, ഷെയ്ഖ് അവർകൾ ഖാജാ തങ്ങൾ അവർകൾ എന്നെ ഇങ്ങോട്ട് അയച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ നിങ്ങളെ എതിർക്കാനോ തോൽപ്പിക്കാനോ വന്നതല്ല. നിങ്ങൾക്ക് രാജ്യം ഭരിക്കാം, എല്ലാവർക്കും വേണ്ട അവകാശങ്ങൾ വകവെച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഭരണം നടത്താം. അതിൽ എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഭരണം ഏറ്റെടുക്കാനോ പിടിക്കാനോ നിങ്ങളെ സ്ഥാനത്ത് ഭരിക്കാനോ വന്നതല്ല. പക്ഷെ അക്രമം ചെയ്യരുത്, അനീതി പ്രവർത്തിക്കരുത്, ഒരു പക്ഷത്തെ മാത്രം ഒതുക്കി നിർത്തരുത്, അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾ നയപരമായ നല്ല നിലപാടോടുകൂടെ ഭരിക്കണം. അതെ, രാജാവ് ആ മാർഗം സ്വീകരിക്കാതെ വീണ്ടും ഷെയ്ഖ് ജിലാനി ഷെയ്ഖ് ഖാജാ തങ്ങളെ എതിർക്കാൻ വേണ്ടി വീണ്ടും കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ സംഘങ്ങളെ ഒരുമിച്ച് കൂട്ടി, സൈന്യങ്ങളെ ഒരുമിച്ച് കൂട്ടി
കൂട്ടി ആ സൈന്യങ്ങളെ കൊണ്ട് ഖാജാ തങ്ങളെയും കൂട്ടരെയും തുരത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഒരുക്കിയപ്പോ പല ഭാഗത്തും ഖാജാ തങ്ങൾക്ക് വേണ്ടി ആളുകൾ സംഘടിച്ചു. ആ ഏറ്റുമുട്ടലിൽ പൃഥ്വിരാജും കൂട്ടരും അമ്പേ പരാജയപ്പെട്ടുപോയി. ഖാജാ തങ്ങൾക്ക് വലിയ സ്വാധീനവും വലിയ അധികാരവും അതിൻ്റെ ശേഷം നിലവിൽ വന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹാനവറുകളുടെ സവിധത്തിലേക്ക് ആളുകൾ കൂലം കുത്തി ഒഴുകി. ആ വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്. എല്ലാവരെയും മഹാനവറുകൾ സ്വീകരിച്ചു, ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചു. അവർക്ക് വേണ്ടിയുള്ള ഒത്താശങ്ങൾ, ഉസ്താശകൾ, സഹായങ്ങൾ ചെയ്തു കൊടുത്തു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ ഈ വേദിയിൽ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി മഹാനവറുകൾ എത്തിച്ചേർന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഖാജാ തങ്ങൾ അടുത്തേക്ക് ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ, ഒരുപാട് ജനങ്ങൾ ഖാജാ തങ്ങളെ കാണുന്നതിന്, നിർദ്ദേശം സ്വീകരിക്കുന്നതിന്, ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് മഹാനവറുകളുടെ സവിധത്തിൽ വരുന്നു. വരുന്ന ആളുകൾക്കൊക്കെ ഒരു നിർദ്ദേശത്തിലൂടെ, ഒരു ദിക്റിലൂടെ, ഒരു ദുആയിലൂടെ ഒരുപാട് ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. ചെറുതല്ല, വലിയ വലിയ ബഹുമാനങ്ങൾ, വലിയ വലിയ കറാമത്തുകൾ ഇന്നും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. ഖാജാ തങ്ങൾ വിശുദ്ധ ദീനിന് വേണ്ടി മാത്രം ജ്വലിച്ചു നിന്ന മഹാനല്ല, പാവങ്ങൾക്ക് വേണ്ടി ഗരീബ് നവാസ് എന്നാണല്ലോ മഹാനവറുകൾ അറിയപ്പെടുന്ന പേര്. മഹാനവറുകളുടെ മുന്നിൽ വരുന്ന ആള് ഏത് മതക്കാരനാണെങ്കിലും പാവപ്പെട്ട എല്ലാ ആളുകൾക്കും ബഹുമാനം നൽകി, ഭക്ഷണം നൽകി, കയ്യിലുള്ള സമ്പത്ത് ചെലവഴിച്ച്, ജനങ്ങളെ സ്നേഹിച്ച് വലിയ കാരുണ്യ പ്രവർത്തനം നടത്തിയ മഹാനാണ് ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതേ ആ ഒരു ബഹുമാനം ഇന്നും അജ്മീറിൽ നിലനിൽക്കുകയാണ്. ഇന്നും അവിടെ 2 നേരമായിട്ട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ക്യൂ നിന്ന് ആ ഭക്ഷണം ഏറ്റുവാങ്ങുകയാണ്. ഭക്ഷണം സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മഹാന്മാരുടെ അടയാളമായിട്ടാണ് ഖുർആൻ പറയുന്നത്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക വലിയ വലിയ ഔലിയാക്കളുടെ ഒരു മാതൃകയാണത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞില്ലേ, ദുനിയാവ് മൊത്തം അള്ളാഹു എനിക്ക് തരികയാണെങ്കിൽ ദുനിയാവിലുള്ള മൊത്തം സൃഷ്ടിജാലങ്ങളെ ഞാനൊന്ന് സൽക്കരിക്കുമായിരുന്നു. നേർച്ച വസ്തുക്കളായി കിട്ടുന്ന സ്വർണവും വെള്ളിയും അത് ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾ വിശാലമായ ഭക്ഷണമുണ്ടാക്കി. 1000-1500 ആളുകൾക്ക് ഭക്ഷണമുണ്ടാക്കി. പാകമായി കഴിഞ്ഞാൽ, വിളമ്പാനായി കഴിഞ്ഞാൽ അങ്ങാടിയിൽ ചെന്ന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അനൗൺസ്മെന്റ് നടത്തുന്നു. ഭക്ഷണം ആവശ്യമുള്ള ആളുകൾ ഷെയ്ഖ് ജീലാനി തങ്ങളെ സവിധത്തിലെത്തണം. അതാ ആളുകൾ അങ്ങോട്ട് കൂലം കുത്തി ഒഴുകുന്നു. ആണ്ടറുതിയിൽ 1 ദിവസമല്ല, 2 ദിവസമല്ല, ആഴ്ചയിൽ 2-3 തവണയായി ഭക്ഷണം വെച്ച് വിളമ്പുന്നു.
വലിയ ഇഷ്ടപ്പെട്ട അമലായ ഷെയ്ഖ് ജീലാനി തങ്ങൾ സ്വീകരിച്ച മാർഗമാണത്. ഖാജാ തങ്ങളുടെയും ഇഷ്ടപ്പെട്ട അമലാണത്. ആളുകൾക്ക് സംഭാവനകൾ കൊടുക്കുക, പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കുക. അവിടുത്തെ ഹളറത്തിൽ വരുന്ന ആളുകളിൽ രോഗികളുണ്ട്, അവരെ രോഗം മാറ്റിക്കൊടുക്കുക. ഇന്നും നിങ്ങൾ നോക്ക്, ആ മസാറിൽ എത്തുന്നു എത്രയോ മാരകമായ രോഗങ്ങൾ ബാധിച്ച ആളുകൾ. സിയാറത്ത് ചെയ്തിട്ടും നേർച്ചയാക്കിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും അവിടെയുള്ള ഭക്ഷണത്തിൽ നിന്ന് കഴിച്ച് ദിവസങ്ങളോളം അവിടെ താമസിച്ച് ഖാജാ തങ്ങളെ നിർദ്ദേശം കിട്ടി വലിയ ശിഫാവും വാങ്ങിയിട്ട് തിരിച്ചു പോരുന്നു. ചെറിയ ബഹുമാനമല്ല, വലിയ ബഹുമാനമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന ആളുകളാവുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവര് അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് പരോപകാരം ചെയ്യുന്നവരാണ്. ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകൾക്ക് വലിയ ഗുണമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഒരു ജനതയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഒരു മതവിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. എല്ലാ ആളുകളും അള്ളാഹുവിൻ്റെ അടിമകളാണ്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. ജാതി മതഭേദമന്യേ ഖാജാ തങ്ങൾ എല്ലാവരെയും സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒത്താശ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അവിടുത്തെ ഹളറത്തിലേക്ക്, അതാ റജബ് മാസത്തിൽ മാത്രമല്ല, റജബ് മാസത്തിലാണല്ലോ മഹാനവറുകൾ വഫാത്തായത്. റജബ് മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച പുലർന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ചയല്ലേ വഫാത്തായത്. ആ ഒരു ഇത്തിബായിലായി ഖാജാ തങ്ങളും തിങ്കളാഴ്ചയാണ് വഫാത്തായത്. റജബ് മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച. സുബ്ഹാനല്ലാഹ്, 100-ലധികം വർഷം ജീവിച്ച ഖാജാ തങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ബാക്കിയുള്ള ആളുകളെ അടിച്ചമർത്തിയതോ ഒതുക്കി നിർത്തിയതോ അല്ല, എതിർക്കാൻ വേണ്ടി വന്ന ആളുകളോട് പ്രതിരോധം സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് പ്രതിരോധം? സത്യം അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പ്രതിരോധം, അവരെ തകർക്കാനുള്ള പ്രതിരോധമല്ല. തകർക്കണം തകർക്കണം എന്ന് മാത്രം ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് നീങ്ങിയ ആളുകൾക്കോ അവർക്ക് ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോ സാഹചര്യത്തിലും ആവശ്യമായി വന്നപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യ രാജ്യത്തുള്ള മൊത്തം ആളുകൾ എല്ലാവരും മുസ്ലിങ്ങളായേ പറ്റൂ എന്ന് ഖാജാ തങ്ങൾ ക്ഷണിച്ചോ? ഇല്ല. ഖാജാ തങ്ങളെ ഹയാത്ത് കാലത്ത് തന്നെ അവിടുത്തെ ഹളറത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങളും വന്നിട്ടുണ്ട്. അവരെ കൂട്ടത്തിലും പാവങ്ങളുണ്ട്, മുസ്ലിങ്ങളിലും പാവങ്ങളുണ്ട്. എല്ലാ ഫക്കീറുമാരെയും ഖാജാ തങ്ങൾക്ക് ഇഷ്ടമാണ്, മിസ്കീന്മാരെയും ഇഷ്ടമാണ്. കിട്ടുന്ന സംഭാവനകൾ മുഴുവനും ഒന്നും സ്വരൂപിച്ച് വെക്കാതെ അവർക്ക് സംഭാവന ചെയ്യുന്നു. അതുകൊണ്ടല്ലേ ഇന്നും നിങ്ങൾ പോയി നോക്കൂ, അജ്മീർ ചെമ്പിൽ സംഭാവന ആളുകൾ കൊണ്ടുവന്നിടുന്നത് എന്തിനാണ്? അവിടെ ഭക്ഷണം കൊടുക്കുന്നതിലേക്കുള്ള സംഭാവന ഒരു ചെമ്പിൽ അങ്ങനെ കൊണ്ടുവന്നിരുന്നു. 10 രൂപ മുതൽ 2000-ന്റെ നോട്ട് വരെ അതാ വിവിധ രൂപങ്ങളിലായി അവിടെ കൊണ്ടുവന്ന് നേർച്ചയാക്കുന്നു. രാവിലെയാകുമ്പോൾ ഒരു ഭക്ഷണവും ഉച്ചയോടനുബന്ധിച്ച് മറ്റൊരു ഭക്ഷണവും കൊടുക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും ആ ഭക്ഷണം വാങ്ങാനെത്തുന്നു. ഇന്നും അത് നിലനിർത്തിക്കൊണ്ടുപോരുന്നത് മഹാനവറുകൾ ജീവിതകാലത്ത് തുടങ്ങി വെച്ചൊരു സഹായമാണ്, പാവങ്ങൾക്ക് വേണ്ടിയുള്ള സഹായം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട്, ഖാജാ തങ്ങളെ മഹബത്ത് വെക്കുന്ന ആളുകളോട്, നമ്മുടെ ഈ നാട്ടിലുള്ള ഈ മഹത്തായ സംഘത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഒരു 313 അടച്ചുകൊണ്ട് മെമ്പർമാരാകുക. 313 രൂപയ്ക്ക് വേണ്ടിയല്ല മെമ്പർമാരാകുന്നത്. 313 ഒന്ന് ഗുണിച്ചു നോക്കുമ്പോൾ കിട്ടുന്നൊരു സംഖ്യയില്ലേ? ആ സംഖ്യ കൊണ്ട് ഈ നാട്ടിലെ വിവിധ പ്രദേശങ്ങളിലെ
പാവങ്ങളെ സഹായിക്കാൻ, രോഗികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് മനസ്സിന് സമാധാനം നൽകാൻ, വ്യത്യസ്ത ആഘോഷ ദിവസങ്ങളും പരിഗണിക്കേണ്ട ദിനങ്ങളും വരുമ്പോൾ നാട്ടിൽ കഴിവില്ലാത്ത ആളുകൾക്ക് നമ്മളെ വക GNS-ലൂടെ ഒരു വലിയ സഹായം കൊടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ അതിൽ മെമ്പർമാരാകണം. വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും അതിൽ ചേരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമം സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ചെറുപ്പക്കാർ അതിൽ മെമ്പർമാരായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ, ആ ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം വരുമ്പോ, അല്ലെങ്കിൽ ഒരു ചികിത്സ വരുമ്പോ, അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണം വരുമ്പോ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് കൊടുക്കുന്നൊരു 10,000 അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ ഒരു 50,000, അത് അൽഹംദുലില്ലാഹ് കിട്ടുന്ന ആളുകളെ മനസ്സിൽ വലിയ സന്തോഷമാണ്. അതിന് ഗരീബ് നവാസ് ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഉള്ള ഈ സംഘത്തിൽ എല്ലാവരും ഭാഗവാക്കായി ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയാതെ കഴിവിന്റെ പരമാവധി ആളുകൾ അതിലേക്ക് ചേർക്കണം. വലിയൊരു ഖിദ്മത്തായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ, ഈ നാട്ടിലെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ സംഘത്തിൽ കഴിയുന്ന പരമാവധി ആളുകളെ ചേർത്തിക്കൊണ്ട് അത് വൻ വിജയമാക്കണം. ഭാവിയിൽ ഒരുപാട് ബഹുമുഖ പ്രവർത്തനങ്ങൾ നടത്തണം. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം. കഷ്ടപ്പെടുന്ന ആളുകളുടെ കണ്ണീരൊപ്പം കടിയണം. ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് നമ്മളൊരു സഹായം ചെയ്തു കൊടുത്താൽ അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടുതൽ പരിഗണിക്കുന്നത് ഈ ഭൂമി ലോകത്തല്ല, ഇവിടെ പരിഗണനയുണ്ട്. ഇവിടത്തെക്കാളും വലിയ പരിഗണന ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നിറഞ്ഞ പാരത്രിക ലോകത്താണ്. മൻ കശഫ അൻ മുസ്ലിമിൻ കുർബതൻ കശഫല്ലാഹു അൻഹു കുറബ യൗമിൽ ഖിയാമ. ഇവിടെ ഒരു മുസ്ലിമിന്റെ പ്രതിസന്ധി മാറ്റിക്കൊടുത്താൽ ഖിയാമത്ത് നാളിൽ ഒരുപാട് പ്രതിസന്ധികളാണ് അഭിമുഖീകരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല. ഏറ്റവും ആദ്യത്തെ പ്രതിസന്ധി തണല് കിട്ടാനുള്ളൊരു പ്രതിസന്ധിയാണ്. വലിയ ചൂടല്ലേ പരലോകത്തെ ചൂട്. അർശിന്റെ തണലല്ലേ മുഅ്മിനീങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ആഗ്രഹിക്കുന്നത്. ആ പ്രതിസന്ധിയിൽ നിന്ന് മോചനം കിട്ടിയിട്ട് അർശിന്റെ തണല് ലഭിക്കുന്നു. പാവപ്പെട്ടവരെ സഹായിക്കുന്നവർക്ക് അല്ലാഹു അർശിന്റെ തണല് നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അർശിന്റെ തണല് കൊള്ളുന്നത് 7 വിഭാഗം മാത്രമല്ല, 70-ലധികം വിഭാഗമുണ്ടെന്ന് ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതിൽ പാവങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളും ആ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരാണ്. വലിയ പ്രതിസന്ധി, അതൊരു പ്രതിസന്ധിയാണ്. പാനപാത്രം കയ്യിൽ കിട്ടുന്നത് വരെ വല്ലാത്തൊരു സങ്കടമാണ്. വരിയിലൊക്കെ നിന്നിട്ട്, സൊഫിലൊക്കെ നിന്നിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് പരിശുദ്ധമായ പാത്രം കിട്ടുമ്പോഴുള്ളൊരു സന്തോഷമില്ലേ? ആ സന്തോഷത്തിന് നമുക്ക് അർഹരാകണ്ടേ? അത് കഴിഞ്ഞിട്ട് സന്തോഷ പുരസ്സരം ഹിസാബിൽ നിന്ന് നേരെ സിറാത്തിലേക്ക് പോയി പാലം കടന്ന് മീസാനൊക്കെ കഴിഞ്ഞ് സ്വർഗലോകത്തെത്തണ്ടയോ? ഇവിടെയുള്ള പ്രതിസന്ധികളൊന്നും പ്രതിസന്ധികളല്ല. ഏറ്റവും വലിയ പ്രതിസന്ധികൾ പാരത്രിക ലോകത്തെ പ്രതിസന്ധികളാണ്. ചിന്തിച്ചാൽ ഒരു നിലക്കും സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധികൾക്ക് മോചനത്തിന് വേണ്ടി അല്ല കണക്കാക്കിയത് ഇവിടെയുള്ള പാവങ്ങളുടെ കണ്ണീരൊപ്പലാണ്, വിഷമങ്ങൾ പരിഹരിക്കലാണ്, ദുഃഖങ്ങൾ മാറ്റിക്കൊടുക്കലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ സദുദ്യമം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ സമാപന ദുആഇന് നേതൃത്വം നൽകും. ഒരുപാട് ഈ വേദിയെ സഹായിച്ച, സഹകരിച്ച, കഠിനാധ്വാനം ചെയ്ത, നേതൃത്വം നൽകിയ, വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ ഖിദ്മകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ നാട്ടിൽ
ഉസ്താദുമാർക്ക് നൽകിയ ആദരവുകൾ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നല്ല ഐക്യവും സ്നേഹവും കെട്ടുറപ്പും അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കുന്ന, എല്ലാ സാദാത്തുക്കളെയും സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന നമ്മുടെ ഈ നാടിൻ്റെ നല്ല ചൈതന്യം അല്ലാഹു തആല നീണാൾ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ മക്കളിലും പേരമക്കളിലും കുടുംബങ്ങളിലും സ്വലാഹിയത്തും ഖൈറും അല്ലാഹു ദായിമാക്കി തരുമാറാകട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച സ്വദേശത്തും വിദേശത്തും ഒക്കെയുള്ള പല ആളുകളുമുണ്ട്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും, നമ്മുടെ ഉസ്താദുമാർ, സാദാത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹ്.